ഹല്ലേലൂയ. സുവിശേഷം എന്താണെന്ന് ഒരു പാസ്റ്റർമാരുടെ വ്യാഖ്യാനം ഇല്ലാതെ എഴുതി വച്ചിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. ചിലർക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായില്ല. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ഒരു ദൈവം. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് ജനം തിരിയണമെന്നുള്ളതാണ് സുവിശേഷം. ഒറ്റ വാക്കി പറഞ്ഞാൽ ജനം, മനുഷ്യന്മാർ, പുരുഷാരം, ജനം ജീവനുള്ള ദൈവത്തെ അറിയണം. അതാണ് സുവിശേഷം. അതിനെന്ത് ചെയ്യണം? വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടുകളയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രി രണ്ട് ചിന്തയാണ് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മനുഷ്യന്മാർ വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥമായ കാര്യങ്ങൾ എന്താണ്? രണ്ട്, ജീവനുള്ള ദൈവം ആരാണ്? രണ്ട് ചിന്തകൾ പറഞ്ഞ് തക്ക സമയത്ത് അവസാനിപ്പിക്കും. പിന്നെ മഴ പെയ്താൽ സന്തോഷം കുറച്ചുകൂടെ സംസാരിക്കും. നിങ്ങൾ പെട്ടെന്ന് പോകത്തില്ല എന്നുള്ളതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ഒരു ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചയല്ല, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചർച്ചയല്ല. തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും മറ്റുവിധമാകുന്ന ചായക്കടകളിലും പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്തവർ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, കലുങ്കിൻ്റെ പുറത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ കാതോട് കാതോരം ഒരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് ആ ചർച്ച? എന്താണ് ഈ ആളുകളൊക്കെ യേശുവിൻ്റെ പിന്നാലെ? നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു ചർച്ച ഇല്ലെന്ന്. ആ ചർച്ചയേ ഇവിടെ ഉള്ളൂ. നമ്മുടെ നാട്ടിലുള്ള പല അണ്ണന്മാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്താ ഈ ആളുകളൊക്കെ യേശുവിൻ്റെ പിന്നാലെ? എന്താ സംഭവം? എന്താ? ഒരു കൺവെൻഷന്റെ നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ അനീഷ് കാവാലം, ഫാദർ ജോർജ് മാത്തു പുതുപ്പള്ളി, അപ്പൊ ജാതി മത വ്യത്യാസമില്ലാതെ ഷമീറും അനീഷും രമേശും സുമേഷും നാരായണനും ഗോപാലകൃഷ്ണനും അമ്മദൂട്ടിയും എല്ലാം യേശുവിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം? എന്താ ഈ ആളുകളൊക്കെ യേശുവിൻ്റെ പുറകെ പോകുന്നത്? പണ്ടൊക്കെയാണ് ചില ആളുകൾക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി യേശുവിൻ്റെ അടുത്ത് പോയാൽ പഴയ ദൈവം വല്ലതും ചെയ്താലോ. എനിക്ക് പണ്ട്, ഞാൻ 21 വർഷമായല്ലോ വിശ്വാസത്തിൽ വന്നിട്ട്. അപ്പം ഞാൻ ആ വിശ്വാസത്തിൽ വന്ന സമയത്ത് എൻ്റെ ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിൽ ബാപ്പ ഒഴികെ ഞങ്ങളെല്ലാവരും വിശ്വാസത്തിലേക്ക് വന്ന 2002. അപ്പം ആ കാലത്ത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ എന്നെ വന്ന് പേടിപ്പിക്കും. എടാ, നീ നമ്മുടെ ദൈവത്തെ വിട്ടു പോയെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പണ്ടൊക്കെ നമ്മളിരിക്കും, നീ അങ്ങനെ വല്ലതും പുള്ളി വല്ലതും ചെയ്യുമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി, ഞാൻ പിടിച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ദൈവം ഒന്നല്ലേ ഉള്ളൂ. അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്ക് വന്നെങ്കിൽ മറ്റൊന്നിനും ഒരു പിണ്ണാക്കും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള പേടി പല കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും 2003 ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യർക്ക് പൊതുവേ ദൈവത്തെ എന്തില്ല, പേടിയൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന ദൈവമൊന്നും, ഇപ്പോൾ നിരീശ്വരവാദിയായ രവിചന്ദ്രൻ്റെ കൂടെ എന്തോരം പിള്ളേരാ സോഷ്യൽ മീഡിയയിൽ ചെറുപ്പക്കാർ, പാസ്റ്റർമാരുടെ മക്കൾ വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആന്നേ ഉള്ള കാര്യം. ദൈവമില്ല എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന കുറേ പിള്ളേർ സെറ്റാണ് ഇപ്പോൾ ഉള്ളത്. ദൈവമില്ല. പിന്നെ വേറെ ചില പിള്ളേർ പറയുന്നത് ഡിങ്കനാണ് ദൈവമെന്ന്. ഡിങ്കൻ നിങ്ങൾക്കറിയത്തില്ലേ? പണ്ട് നമ്മൾ കഥ പുസ്തകത്തിൽ വായിച്ച് നിക്കർ പുറത്തിട്ടൊരു എലി, ചുണ്ടലി. അപ്പം അതാണ് ദൈവമെന്നാണ് പറയുന്നത്. ഞാനൊക്കെ ഈ നാട്ടുഭാഷ സംസാരിക്കുക അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ, അബദ്ധം പറ്റി വിളിച്ചൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പറയും, വലിയ സ്റ്റാൻഡേർഡൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു സത്യമായി പറഞ്ഞത്, എന്താ ഇവരിങ്ങനെ പോണേ?
അപ്പൊ ഇത് ആളുകൾക്കിടയിൽ ഒരു ചോദ്യമായി മാറി. ഇതിന് തടയിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി അണ്ണന്മാർ ഇങ്ങനെ പരിപാടിയൊക്കെ കൂട്ടിവെക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാരണം അറിഞ്ഞുകൂടാ എന്തിനാ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പം നമ്മുടെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഒരു നാട്ടുഭാഷയുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ചില ആളുകൾ പറയും, എനിക്കറിയാം ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന്. എന്തിനാ പോകുന്നത്? പെന്തിക്കോസിൽ പോകുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്താ? അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി. അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടു. ഒരു സ്വോത്രം പറഞ്ഞ് പോരാ, നല്ലൊരു സ്വോത്രം പറ. കിടക്കാൻ ഒരു പായില്ലെങ്കിലും കേൾക്കാൻ ഒരു സുഖമൊക്കെ ഇല്ലേ അമേരിക്ക എന്നൊക്കെ അങ്ങനെ പറയുന്നില്ലേ? അതിനെങ്കിലും ഒരു സ്വോത്രം പറ. അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പുറകെ പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്നവരോട് ഞാനൊരു സത്യം പറയാം, അനുഭവത്തിൽ നിന്നൊരു സത്യം പറയാം. ഇന്നേക്ക് 21 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഈ പുസ്തകമെടുത്ത് പെന്തക്കോസി തുള്ളാൻ ഇറങ്ങിയോ അന്ന് ഉള്ള കിടക്കാടവും കൂടെ പോയെന്നുള്ളതാണ് സത്യം. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് നിങ്ങൾ ചോദിക്കുക, തർക്കമുണ്ടെങ്കിൽ, ന്യായമായി കിട്ടേണ്ടുന്ന ഓഹരി പോലും ഇപ്പോഴും കൊടുത്തിട്ടില്ലാത്തവരിൻ്റെ അകത്തുണ്ട്. വേറെ ദോഷമൊന്നും ചെയ്തിട്ടല്ല, പെന്തിക്കോസി തുള്ളാൻ ഇറങ്ങിയെന്നും പറഞ്ഞു. 1 സെന്റ് തരത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് വരട്ടി. എന്നോട് എൻ്റെ ബാപ്പാടെ ആൾക്കാർ പറഞ്ഞു, പെന്തിക്കോസി തുള്ളാനിറങ്ങി തെണ്ടിത്തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരുവാടാ, അന്ന് തരാം ഓഹരി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തെണ്ടിത്തിരിഞ്ഞ് നിൻ്റെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലെന്ന് പറഞ്ഞു. ഞാൻ മറുപടി പറയാം, അന്നും ഇന്നും പറയും, ന്യായമായി പറയേണ്ടടുത്ത് പറയും. സ്തോത്രം. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരാരും എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുന്നവരല്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വന്നവരുണ്ട്, അവർ പ്രതീക്ഷ കിട്ടിക്കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന പോലെ പോയിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു പൊക്കോട്ടെ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർ ചർച്ചിൽ പോകുന്നെന്ന് പറയും. പക്ഷേ നമ്മൾ പണ്ട് കാലത്ത് കണ്ട ഒരു പക്ഷി, ബാല്യകാലം മുതൽ ഇന്ന് വരെയും നമ്മൾ കാണുന്ന ഒരു പക്ഷിയുണ്ട്, മരംകൊത്തി എന്ന് പറയും. അറിയാമോ? എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ഈ മരം കൊത്തി മരത്തെ കൊത്തുന്നത് കാണുമ്പോൾ നമ്മൾ രക്ഷകർത്ത ഇതെന്നാ ഇങ്ങനെ കൊത്തുന്നതെന്ന് ചോദിക്കും. പറയും, മക്കളെ അതൊരു വീടുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, കൊത്തുക. വയസ്സ് ഇത്രയായി ഇപ്പോഴും നോക്കുമ്പോഴും മരം കൊത്തി എന്ത് ചെയ്യുക, കൊത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് വരെ ഒരു വീട് അതെന്ത് ചെയ്തിട്ടില്ല, റെഡിയായി. ഇതുപോലുള്ള വിശ്വാസികളുണ്ട്. 6 മാസം ഒരു ചർച്ചയിൽ പോവും, ആ പാസ്റ്റർ കൊള്ളത്തില്ല, ആ ചർച്ച കൊള്ളത്തില്ല, ഇനി നമുക്ക് മറ്റിടത്ത് പോയി നോക്കാം. ഇങ്ങനെ കറങ്ങി 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 ചാടി ചാടി കൊത്തി കൊത്തി നടക്കുന്ന മരം കൊത്തി വിശ്വാസികളുണ്ട്. ഇത് ഒരിടത്തും ഉറക്കത്തില്ല. അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ദൈവമക്കൾ ആരും എന്തെങ്കിലും പ്രതീക്ഷിച്ചു വന്നവരല്ല സ്നേഹിതരെ, അല്ല. അതുകൊണ്ടാണ് 100 കണക്കിന് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിട്ടും ഇന്നും ഈ പുസ്തകം വിടാതെ പിടിച്ചുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് ഭൗതികമായതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. എന്നാൽ ചോദിക്ക്, കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അതൊരു ബോണസായി കരുതിയാൽ മതി, ഒരു ബോണസായിട്ട് കരുതിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഭൗതികം പ്രതീക്ഷിച്ചോ, അമേരിക്കൻ പണം പ്രതീക്ഷിച്ചോ പെന്തക്കോസ്തി തുള്ളാൻ ഇറങ്ങിയെന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ ചില ആളുകളുണ്ട്, അവരിതിനെ വിളിക്കുന്ന പേര് മതം മാറ്റമെന്നാണ്. മതം മാറ്റം അങ്ങനെ പറയുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ചേച്ചി സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്നു. ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും, 10 വിരിക്കും, തിരിച്ചു പോകും, പിന്നെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ പൊങ്ങി വരുന്നൊരു ചേച്ചിയാണ്. ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഇവിടെ കുറെ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുക എന്ന്. ചേച്ചി അന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചേച്ചിക്ക് മറുപടി കൊടുത്താണ്. എന്നാലും ചേച്ചിയുടെ ആളുകൾ വല്ലതും എങ്ങാനും ഞെക്കിക്കുത്തി ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് വേണ്ടി മറുപടി ഒന്നുകൂടെ പറയാം. 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ഉപദേശിമാരാരെങ്കിലും മതം മാറ്റുന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം, ചെയ്തോ. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു പോയാൽ മതി. സിമ്പിളാണ്. നിസാരപ്പെട്ട കഞ്ഞിയും പയറിനും വേണ്ടി ഇങ്ങോട്ട് വന്നവൻ്റെ മുമ്പിൽ മുഴുത്തൊരു കോഴിക്കാല് വെച്ചാൽ തീർച്ചയായിട്ടും അവൻ തിരിച്ചു വരും. അതുകൊണ്ട് 500 രൂപയ്ക്കും കഞ്ഞിയും പയറിനും വേണ്ടി
പുസ്തകമെടുത്ത് കൊട്ടാനിറങ്ങിയ കൂട്ടമല്ല പെന്തക്കോസ്ത് അനുഭവമുള്ളവർ. കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിത്തിരിച്ച മാർഗമല്ലിത്. മറിച്ച് കേവലം മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യനെന്നും മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതം സകലത്തെയും നിർമ്മിച്ച സൃഷ്ടാവായ ദൈവത്തോട് ഒന്നിച്ചു വസിക്കുവാനുള്ള നിത്യതയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച അനുഭവമുള്ളവരാണ് പെന്തക്കോസ്ത് ദൈവ കുഞ്ഞുങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുകൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിയണം എന്നുള്ള നിർമ്മലമായ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വായിച്ചു കൊടുത്തേ. ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. നിൽക്കട്ടെ, ശ്രദ്ധിച്ചേ. എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ പൗലോസും കൂട്ടരും ഇക്കോന്യ എന്ന പട്ടണത്തിലെത്തി. അവിടെ ചെന്നിട്ട് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് ആരെ ഇഷ്ടമല്ല? നസറേനായ യേശുക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് അലറി വിളിച്ച യഹൂദന്റെ പള്ളിയിൽ കയറി നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശുക്രിസ്തുവാണ് രക്ഷകൻ, അവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നുള്ള സന്ദേശം യഹൂദന്റെ പള്ളിക്കകത്ത് കയറി പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് അകത്തുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് അവർക്കതിനൊക്കെ കഴിയും. ഇന്ന് നമ്മുടെ ദൈവദാസന്മാർ വല്ലതും ഒരു കുരിശടിയുടെ അവിടെ പോയി നിന്ന് പ്രസംഗിച്ചാൽ കൂടെയുള്ള ദൈവദാസന്മാർ മാറി എന്നിട്ട് പറയും, ഓ പരിജ്ഞാനമില്ലെന്ന്. കാര്യം ഇവന് പേടിയായതുകൊണ്ട് ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാരെ കുറ്റം പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, യഥാർത്ഥ പരിശുദ്ധാത്മാവുള്ളത് അപ്പോസ്തലന്മാരിലായിരുന്നെങ്കിൽ അവരുടെ പള്ളിക്കകത്ത് ചെന്ന് നസറേത്തുകാരനായ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. പരിസരത്ത് കേൾക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സംഘാടകർ പറഞ്ഞു, 4 കോളാമ്പി 4 ഭാഗത്തും ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒരെണ്ണം ഇന്നലെ അഴിച്ചു. നിങ്ങൾ അഴിക്കുന്നുണ്ടോ? കേൾക്കാവോ? അഴിക്കുന്നുണ്ടോ അതോ ഇവിടെയുള്ള BJP-ക്കാരെ ഞാൻ അങ്ങോട്ട് വിടണോന്ന്? ആരാ ചോദിച്ചേ? അച്ഛൻ. പിള്ളേരുടെ അച്ഛനെങ്ങാണോ ആകുന്നതായിരുന്നു നല്ലത്. ഒന്ന് ശ്രദ്ധിച്ചേ, BJP-ക്കാരെ അങ്ങോട്ട് വിടണോന്ന്. അപ്പം ഈ ചിത്രമാണ് ഇവിടെ കാണുന്നത്. വിശ്വസിക്കാത്ത യഹൂദന്മാർ നേരിട്ട് അഭിഷിക്തന്മാരോട് മുട്ടാൻ പറ്റാതെ അവിടെയുള്ള ജാതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവദാസന്മാരുടെ നേരെ വഷളാക്കി എന്നാണ് വായിച്ചത്. മനസ്സിലായി അല്ലേ? താഴോട്ട് വായിച്ചേ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതാണ് പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം. എന്തെങ്കിലും ഓലപ്പാമ്പ് വരുമ്പോൾ ഓടിപ്പോവുകയല്ല, വളരെ കാലം അവിടെ തന്നെ പാർത്തു പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. പ്രതിസന്ധി വരുമ്പോൾ ഇട്ടേച്ച് ഓടിപ്പോകുന്നവരല്ല ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ. മനസ്സിലായോ? എന്നാൽ ഈ പരിശുദ്ധാത്മാവ് പലതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് സ്ഥലം മാറിയാൽ പോലും യവന്മാർ പോവുകയില്ല. അറിയാവോ? സ്ഥലം മാറ്റം കൊടുത്താലും പോവില്ല. അട്ട കടിച്ച് കിടക്കുന്ന പോലെ അവിടെ കിടക്കും. പിന്നെ അവസാനം പോലീസൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട് യുവമാരെ സ്ഥലം മാറ്റാൻ വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവകത്തുള്ളവരങ്ങനല്ല. അവർ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. അടുത്ത വാക്ക്,
അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അടുത്തത്, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ഇക്കോന്യയിൽ സുവിശേഷം മുഴങ്ങിയപ്പോൾ ജനങ്ങൾ രണ്ടു പക്ഷത്തായി. എങ്ങനെ? വായിച്ചേ. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അങ്ങനെയും ഉണ്ട്. അത് ഈ കാലത്തിലും ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുടിയൻ എൻ്റെ മുമ്പിൽ വന്ന് ഡാൻസ് കളിച്ച് ആടി നിന്നു. കുടിയൻ. ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ എൻ്റെ നേരെ നിന്നുകൊണ്ട് ഇയാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ഇങ്ങനെ ബഹളം വെച്ച് നിൽക്കുക. ഞങ്ങളാരും ദൈവദാസന്മാരാരും ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി. കുറേ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വചനം കേട്ടുകൊണ്ടിരുന്ന ആ നാട്ടിലെ കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരിങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഇവനെ കഴുത്തെ പിടിച്ച് ചുമന്നുകൊണ്ടങ്ങ് കൊണ്ടുപോയി. മനസ്സിലായോ? അവർ പറഞ്ഞു, മിണ്ടാതിരിയടാ, അവരെന്നെ ചീത്ത വല്ലതാണോ പറയുന്നത്? നല്ല കാര്യമല്ലേ വിളിച്ച് പറയുന്നത്? നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്നെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ പയ്യന്മാർ വന്ന് ഇവനെ തൂക്കിക്കൊണ്ടുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കൂട്ടം യഹൂദന്റെ പക്ഷത്തിലും ഒരു കൂട്ടം ദൈവദാസന്മാരുടെ പക്ഷത്തിലുമായി. ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാ ഇടയ്ക്ക് അനുഭവങ്ങളിലൂടെ പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെ അപമാനിപ്പാനും പെന്തിക്കോസുകാര് കാതു തുറന്ന് ഈ വാക്യം കേട്ടോണം. അവരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് അകത്തുള്ള കർത്താവിൻ്റെ ആത്മാവുള്ള സത്യസുവിശേഷം യഥാർത്ഥമായി പള്ളിക്കകത്ത് കയറി പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർക്ക് കിട്ടിയ സമ്മാനം അപമാനം, കല്ലെറി, അക്രമം. നിങ്ങൾക്ക് തലേ കയറിയോ? ഇന്നും അങ്ങനെയാ. നാട്ടിൽ ആരുടെ പ്രസംഗത്തിന് ആൾ കൂടുന്നത്, നാട്ടിൽ ആരുടെ പ്രസംഗം കേട്ടാണ് ജനം യേശുവിങ്കലേക്ക് പോകുന്നത്, ഇത് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ള ദൈവദാസന്മാരെ തെരഞ്ഞു പിടിച്ച് അപമാനിക്കാനും കല്ലെറിയാനും അക്രമത്തിനും ഇന്നും ആളുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവജനം തിരിച്ചറിഞ്ഞോണം. കർത്താവിൻ്റെ വേല ചെയ്യുന്ന അവൻ ലോകമറിയപ്പെടുന്ന അനേക അഭിഷിക്തന്മാർ ഈ നാളുകളിൽ അങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്കിത് മാറ്ററൊന്നുമല്ല. പോയി പണി നോക്കണമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഒരാളുടെയും വേദി ചോദിച്ച് കാല് പിടിച്ച് നടക്കുന്ന ആളല്ല. നാട്ടിൽ കവലകളുള്ള കാലത്തോളം ഷമീർ കൊല്ലത്തിന് പ്രസംഗം മുട്ടത്തില്ല. ഒരാളടുത്തും വേദി ചോദിച്ച് നടക്കുന്ന പരിപാടിയുമില്ല. എനിക്ക് സുവിശേഷം വിളിച്ച് പറയാൻ ഇവിടുത്തെ ഒരു സംഘടനയുടെയും പറ്റുചീട്ടും വേണ്ട. ഞാൻ എൻ്റെ കാര്യമല്ല പറയും. ഇവിടെ ഒരു കാലം, ഒരു ആയുസ് മുഴുവൻ അന്യമതത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് ഓടി നടന്ന് അധ്വാനിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക അഭിഷിക്തന്മാരുണ്ട്. അവരെയൊക്കെ അപമാനിക്കുമ്പോൾ കൈയടിക്കുകയല്ല ചെയ്യേണ്ടത്. ഓർക്കണം, പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാർക്കാണ് എല്ലാ കാലത്തും അപമാനവും നിന്നെ നേരിട്ടിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. അപ്പൊ നോക്കുക, അവരെ അപമാനിക്കാനും കല്ലെറിയാനും പോരാ, ഒരക്രമം നടത്താൻ തുനിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ വായിച്ചേ, അവർ അത് ഗ്രഹിച്ച് ലൂസ്ര, ദർഭ എന്ന ലൂക്കോവന്യ പട്ടണങ്ങളിലേക്ക് ചുറ്റുമുള്ള ദേശത്തിലേക്ക് ഓടിപ്പോയി. നിൽക്കട്ടെ, അവരത് ഗ്രഹിച്ചിട്ട് അവർ ചുറ്റുമുള്ള പട്ടണങ്ങളിലേക്ക് പോയി. എന്തുകൊണ്ടാ പോയത്? ഭയന്നിട്ടല്ല പോയത്, ഒരക്രമത്തിന് മുതിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരിച്ചടിക്കാനുള്ള പ്രമാണം ഇല്ലാത്തത് കൊണ്ട് അവർ മാറിപ്പോയി. ഇന്നും അങ്ങനെയാ. ദൈവദാസന്മാരുടെ നെഞ്ചത്ത് പലരും കയറുന്നതിൻ്റെ കാരണവും അത് തന്നെയാ. ഈ ഉപദേശിമാർ തിരിച്ചടിക്കത്തിലുള്ള ധൈര്യമാണ് ഇവിടെയുള്ള പല അണ്ണന്മാരും ഉപദേശിമാരുടെ മുതുകത്തോട്ട് വലിച്ചു കയറാനുള്ള കാരണം. ആമേൻ. എന്നാൽ ദൈവദാസന്മാർ തിരിച്ചടിക്കത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടത്തില്ല, ഒരുത്തനും ഒഴിഞ്ഞു പോകാനും ഒക്കത്തില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അക്രമത്തിന് തയ്യാറല്ലാത്തത് കൊണ്ട് അവർ ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് കപ്പലടി കച്ചവടം നടത്തിയെന്നല്ല, പിന്നെന്താ? സുവിശേഷം
അറിയിച്ചു പോന്നു. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരെ എവിടെ കൊണ്ടിട്ടാലും അവര് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തടത്ത് പോകാൻ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ പോയേക്കണമെന്ന്. സുവിശേഷം പറയാനല്ലേ, പോയേക്കണം. ഇനി വേണേ നിങ്ങൾക്ക് ധൈര്യത്തിന് ഒരു ദൂതും കൂടെ ഞാൻ പറയാം. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. മൂസ്യ വഴി ബിദുനയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു വേണ്ട, അങ്ങോട്ടും പോകണ്ട, മക്കതോന്യക്ക് പോകാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ദൂത് കേട്ട് മക്കതോന്യക്ക് ചെന്നപ്പോൾ സ്വീകരിപ്പാൻ സംഘടനയില്ല. ഉണ്ടോ? കാലഘട്ടത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പൗലോസ്ലീഹ നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. ആരെങ്കിലും ഉണ്ടായിരുന്നോ? പരിശുദ്ധാത്മാവ് ഇടപെട്ട ദൂത് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടാതെ പുഴവക്കത്തിരുന്നു എന്നാ വായിച്ചത് അല്ലേ? പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ രംഗം മാറി. ആ കാലഘട്ടത്തിൽ രക്താംബരം വിൽക്കുന്ന ഒരു കച്ചവടക്കാരിയുടെ ഭവനം തുറക്കപ്പെട്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അത് പുഴവക്കത്തിരുന്നു കൊണ്ട് പൊട്ടനെ പോലെ വചനം പ്രസംഗിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തും. 21 വർഷമായി വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി ഞാൻ 10-16 വർഷത്തോളമായി തെരുവിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ തെരുവിൽ പ്രസംഗിച്ചത് കൊണ്ട് ലഭിച്ച മാന്യത എന്നുള്ളൂ. ബൈബിൾ കോളേജിന്റെ പടി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന പല അഭിഷിക്തന്മാരും തിയോളജി പരമായി വല്ലതും ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇച്ചിരി വിഷമിക്കും എന്ന് കരുതി ചോദിക്കാൻ വരണ്ട. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയും, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും ഞാൻ പറയുവാ, മാനുഷികമായി പറയാനുള്ള ഡിഗ്രിയോ കാര്യങ്ങളൊന്നും നമുക്കില്ലെങ്കിലും പൊടിയും പുകയും സഹിച്ച് സുവിശേഷ വിരോധികളുടെ ചീത്തവിളിയും കേട്ട് കുഞ്ഞി പിള്ളേരുടെ ചിരിയും കളിയാക്കലും കണ്ട് 10-16 വർഷം തെരുവിൽ നിന്നതുകൊണ്ട് ദൈവം തന്ന മാന്യതകളാണ് ഇന്ന് നിലവിലുള്ളത്. ആമേ. ശൂന്യമായ ഇടത്തു നിന്ന് എന്നെ ഒരു കാലത്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലൊക്കെ ഞാൻ പരസ്യങ്ങളുമായി തെരുവിൽ നിൽക്കുമ്പോൾ ഒരു കാലത്ത് സകല ആളുകളും എന്നെ വിളിച്ച പേരെന്തെന്നറിയാമോ? നിർജ്ജന പ്രദേശത്ത് പ്രസംഗിക്കുന്ന ഉപദേശി. നിർജ്ജന പ്രദേശത്ത് പ്രസംഗിക്കുന്ന വെച്ചാൽ പ്രസംഗിക്കുമ്പോൾ മുമ്പിൽ കേൾക്കാൻ ആരും ഇല്ല, അതുകൊണ്ട് കളിയാക്കി പറഞ്ഞതാ. അങ്ങനെ കളിയാക്കി ഇരുന്ന ഒരു ദിവസം പ്രതീക്ഷിക്കാതെ ഷമീർ കൊല്ലം ബൈബിളുമായി രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം ഫേസ്ബുക്കിൽ പരസ്യയോഗക്കാരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വഴിയില്ലാണ്ടായി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ് പറഞ്ഞത്, റോഡിൽ നിന്നാൽ ദൈവം മാനിക്കുമെന്ന് ഒരു തലമുറയ്ക്ക് മനസ്സിലായി. ഇന്ന് അഭിമാനമാ, ദൈവദാസന്മാർ മുഴുവൻ കർത്താവിൻ്റെ വചനവുമായി ഇന്ന് തെരുവിലുണ്ട്. ഞങ്ങൾ പരസ്യങ്ങളുമായി പോകുമ്പോൾ അവിടെ ഇവിടങ്ങളിൽ എത്ര ചെറുപ്പക്കാരെന്നറിയാമോ ഒരു നാണവുമില്ലാതെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സ്വീകരിക്കാൻ ആളുള്ളിടത്തും ഒരുക്കപ്പെട്ട വേദികളുള്ളിടത്തുമല്ല അഭിഷിക്തന്മാർ പോയത്. ഇരിക്കാൻ കസേരയില്ലാത്ത പുഴവക്കത്ത് പോയി അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയാം, അവർ ഓടിപ്പോയി ആ സ്ഥലത്തും സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഒന്ന് വായിച്ചേ. ലൂസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ മുടന്തനായ ഒരു ചെറുപ്പക്കാരൻ ശ്രദ്ധയോടെ വചനം കേൾക്കുന്നത് പൗലോസ്ലീഹ കണ്ടു. നിങ്ങൾ മനസ്സിലായ ഒരു കാര്യം, ഒരു നാണയത്തൊട്ട് കൊടുത്തില്ല, 1 കിലോമീറ്റർ നടന്നില്ല, ഒരു മെഴുകുതിരി കത്തിച്ചില്ല, ഒരു പൈസ ചെലവാക്കിയില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നത് അവൻ്റെ ജീവിതത്തിൽ വിടുതലായി മാറി. മനസ്സിലായോ? ആമേൻ. ഒരു പണവും ചെലവാക്കിയില്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാ. പക്ഷെ ദൈവവചനം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി ഇവന്റെ അകത്ത് ആഴമായൊരു വിശ്വാസം കയറി വരുന്നുണ്ട്. ആ വിശ്വാസം പരിശുദ്ധാത്മാവിൽ തിരിച്ചറിഞ്ഞ അഭിഷിക്തൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുടന്തൻ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അടുത്ത വാക്ക് കേട്ടോണേ, പെന്തിക്കോസുകാർ കേട്ടോണേ. അവൻ കുതിച്ചെഴുന്നേറ്റു
പൗലോസ് ചെയ്ത അവൻ കുതിച്ചെഴുന്നേറ്റു. ആമേൻ. പെന്തക്കോസ്ത് ദൈവമക്കൾ കേട്ടോ, അവൻ എല്ലാരും ഒന്ന് പറഞ്ഞേ, കുതിച്ചെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിന്റെ സൗഖ്യം ഇൻസ്റ്റാൾമെന്റ് അല്ല. മനസ്സിലായോ? ഇന്ന് കുറെ സൗഖ്യദായകന്മാരുണ്ട്, സൗഖ്യമായിട്ടുണ്ട്, ഗ്രാജുവലി അങ്ങ് നടന്നോളും. പാവപ്പെട്ടവന്റെ വടിയെടുത്ത് അയ്യത്ത് കളഞ്ഞു. കൺവെൻഷനും പോയി സംഘാടകരും പോയിട്ട് ഇവൻ വടി തപ്പി നടക്കുക. എന്താ? ഗ്രാജുവലി നടന്നോളും. ഇൻസ്റ്റാൾമെന്റ് സൗഖ്യം കർത്താവിനില്ല. നാളൊരു ചേച്ചി പറഞ്ഞു, ഞാൻ ബ്രദറിന്റെ സൗഖ്യമാണ്, കാരണം അവൻ ജീവനുള്ള ദൈവമാണ്, അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അങ്ങനെ തന്നെ സംഭവിക്കും, അതിനകത്ത് ശങ്കയ്ക്കിടയില്ല. ആമേൻ. അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ആമേൻ. ഇനി അതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറയാം. ഇത് കണ്ട പൗലോസ്ലീഹ മുടന്തന്മാരെ സൗഖ്യമാക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് കിട്ടി, മുടന്തന്മാരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞ് നടന്നതുമില്ല. ഇന്നെങ്ങാണമായിരുന്നെങ്കിലോ ഒരിടത്തൊരു സൗഖ്യം ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെട്ടാൽ പിന്നെ അവൻ അത് ബാനറാക്കിക്കൊണ്ട് അടുത്ത ഫ്ലക്സ് അടിക്കും. ഈ കാലഘട്ടത്തിൻ്റെ സൗഖ്യദായകൻ ഇതാ ഗുജറാത്തിൽ, കാലഘട്ടത്തിൻ്റെ സൗഖ്യദായകൻ വരുന്നു അടൂരിൽ. എന്തൊക്കെ വിഡ്ഢിത്തരമായിട്ട് നടക്കാൻ വയ്യ. കഴിഞ്ഞ 3 മാസം മുമ്പ് പത്രത്തിൽ കണ്ടു, ഇവിടുത്തെ ഒരു പ്രമുഖ ആൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. മനസ്സിലായോ? ആൾ ദൈവങ്ങളാക്കണം. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ ഇടയിലും ഇത് തന്നെയാണ് അല്ലേ? കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ ട്രാക്റ്റും കൊടുത്ത് തോളി സഞ്ചിയുമായി ഈ തെരുവീഥികളിലൂടെ ഒരു ഫ്ലെക്സിലും ബാനറിലും അറിയപ്പെടാതെ ആയിരക്കണക്കിന് ആത്മാക്കളെ നേടി രക്ഷയിലേക്ക് നയിച്ച് സ്നാനം കഴിപ്പിച്ച് കർത്താവിന് വേണ്ടി ഒരായുസ് മുഴുവൻ അധ്വാനിക്കുന്ന ഒരു ദൈവദാസൻ, ഒരു ലുക്കുമില്ലാത്തവൻ, തോളി സഞ്ചിയും തൂക്കി ഒരു കൺവെൻഷൻ വേദി വന്നാൽ ഞാൻ ചാലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ലോണ്ടല്ല, അവിടെ ഇരിക്കാൻ പറയും. അതേസമയം കല്യാണത്തിനും ഉദ്ഘാടനത്തിനും മാത്രം പോകുന്ന റവയും മൈദായും ഒക്കെ കയറി വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം വന്ന പോലെ എല്ലാം കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന നിപ്പ് കണ്ടാൽ ആമേൻ. ഇതിൻ്റെ അകത്തുകൊണ്ട് ആൾ ദൈവങ്ങൾ, മാനിക്കപ്പെടേണ്ട അഭിഷിക്തന്മാർ ഇവിടെ കിടപ്പുണ്ട്. അവരെ ദൈവം മാനിക്കും. എല്ലാവർക്കും ഒരു വിലയുള്ളൂ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൽ ഒറ്റ വിലയുള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ ആരും ആരെക്കാളും വലുതല്ല. അങ്ങനെ വലുതാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ നടുവിൽ വലിയവൻ കർത്താവ് മാത്രമാണ്. അത്രേ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഇവരൊക്കെ ആരാ? കല്യാണത്തിന് മാത്രം പോവും, ഉദ്ഘാടനത്തിന് മാത്രം. ഒരു ഉപദേശി കഷ്ടപ്പെട്ട് നാട്ടുകാരുടെയും സുവിശേഷ വിരോധികളുടെ അടിയും കൊണ്ട് അവിടെ ഒരു സഭാഗോള് കെട്ടാൻ വേണ്ടി പാടുപെട്ട് അവസാനം പണിക്കാരെ നിർത്താൻ കാശില്ലാഞ്ഞിട്ട് പാസ്റ്ററും ഭാര്യയും കൂടെ പോയി കല്ല് ചുമന്ന് അങ്ങനെ തോളോട് തോൾ ചേർത്ത് കെട്ടി മുറുക്കി വാർപ്പ് വരെത്തിച്ചു. വാർക്കാൻ പൈസ ഇല്ലാതെ തെണ്ടി നടക്കുമ്പോൾ കാണാത്തവൻ ഇതെല്ലാം പൂർത്തിയാക്കി പെയിന്റ് അടിക്കുമ്പോൾ വയറും തള്ളിക്കൊണ്ട് ഉദ്ഘാടനത്തിന് പോടാ, നാണമില്ലാത്തവന്മാര്. അതിലും നല്ലത് ഈ അഭിഷിക്തന്മാരാ, കഷ്ടപ്പെട്ടവരാ. അത്രയും പറഞ്ഞ് ഞാൻ വിടുക, പൊതുവേദി ആയതുകൊണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെ മാനിക്കണം. അവരെ ലുക്കും കളറും ഗ്രാമർ സ്റ്റാൻഡേർഡൊന്നും നോക്കണ്ട. ദൈവത്തിൻ്റെ വേലക്കാരാണെങ്കിൽ അവരെ മാനിക്കണം. അത്രയും പറഞ്ഞു വിടുക. ആമേൻ. ഇത് കണ്ടിട്ട് പുരുഷാരം അവരെ ദേവന്മാരെന്ന് പറഞ്ഞ് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചു. ആമേൻ. ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചിട്ട് അവരെന്താ ചെയ്തത്? വായിച്ചേ. ബർന്നബാസിനെ ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യ പ്രാസംഗികനാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തങ്ങൾ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ശ്രദ്ധിച്ചേ, അവിടെയുള്ള ആടുകളെല്ലാം കൂടെ ഓടിക്കൂടി ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ സ്വീകരിപ്പാൻ പൂമാലകളും ഇറച്ചിയും യാഗവസ്തുക്കളും ഒക്കെ കൊണ്ടുവന്ന് ഇവരെ സ്വീകരിക്കുവാൻ ഓടി വന്നപ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവകത്തുള്ള അഭിഷിക്തന്മാർ അവരെ തടുത്തു, വസ്ത്രം കീറി. എന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് വസ്ത്രം കീറി അവരെ തടുത്തു എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രസംഗകരായിരുന്നെങ്കിലോ
കനമുള്ള പൂമാലയും കൊണ്ട് സ്വീകരിക്കാൻ ഓടി വരുമ്പം ഇപ്പോഴത്തെ നിക്ക് ഇടല്ലേ ഒരു മിനിറ്റ് ഇപ്പോഴല്ലേ എന്തേ ഫോൺ സെൽഫി ഇട്ടോളൂ. അടുത്ത വാർത്ത, ഞങ്ങൾ ഒറീസയിൽ ചെന്നപ്പോൾ സ്വീകരിച്ച വിധം. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഞാൻ പറയണ തെറ്റാണെന്ന് നിങ്ങൾ പറ. ഞാൻ പുസ്തകത്തിലെ കാര്യമല്ലേ പറയണേ, അല്ലേ? നമുക്കൊന്നും പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്ത യേശുക്രിസ്തുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ബൈബിൾ പണ്ഡിതന്മാർ ഒരുപോലെ ഉത്തരം പറയുന്ന അപ്പോസ്തലനായ പൗലോസ്ലീഹ പോലും വസ്ത്രം കീറി അവരെ തടുത്തു. 1000 വട്ടം യോഗ്യതയുള്ള മനുഷ്യനാ സ്വീകാര്യത്തിന്. പക്ഷെ അവരെ തടുത്തുകൊണ്ട് പറഞ്ഞു, അരുത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ നിങ്ങളെപ്പോലെ നാം മനുഷ്യന്മാരാണ്. നിങ്ങൾ വണങ്ങേണ്ടത്, നിങ്ങൾ യാഗം കഴിക്കേണ്ടത്, നിങ്ങൾ പൂജ ചെയ്യേണ്ടത് ഞങ്ങൾക്കല്ല, മറിച്ച് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച, സകലത്തെയും പടച്ചുണ്ടാക്കിയ, സകലത്തെയും സൃഷ്ടിച്ച ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയാം, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ. കാലം തീരാറായിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ മുകളിലൂടെ റോക്കറ്റൊക്കെ പോകുന്ന കാണുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ എന്തിനാ ഇങ്ങനെ? കർത്താവ് വരാറായി. അത് പുസ്തകം വായിക്കുന്നവൻ അറിയാം. ചില ആളുകൾ പറയും, ഈ പാലസ്തീൻകാർക്ക് എന്തിൻ്റെ കേടാ, ചുമ്മാ ഇരുന്ന പുലിയുടെ വാലി ചെന്ന് പിടിച്ച് കുലുക്കിയിട്ട് തിരിച്ച് കടി മേടിക്കുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കളിയാക്കിക്കൊണ്ട് പറയുന്നത്. എന്തിനാ ഇവർ ചുമ്മാ പോയി വാലി പിടിച്ച് കുലുക്കി? എന്തിനാ? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിവർത്തിയാകണം. മനസ്സിലായോ? പുസ്തകം അറിയാവുന്നവർക്ക് കാര്യം അറിയാം. അവന്മാർ വാലി പിടിച്ച് കുലുക്കണം, അത് വചനത്തിൻ്റെ നിവർത്തിയാ. കാഹളനാദം മുഴങ്ങാനുള്ള സമയം അടുത്തെന്ന് ഓർത്തോണം. പണ്ട് കാലം മുതൽ പെന്തിക്കോസുകാർ തൊണ്ട കീറുക, യേശു വരാറായി, യേശു വരാറായി. കാലം എത്രയായി, എന്നാ വരാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർത്തോണം, സമയം അധികമില്ല. കാഹളനാദം മുഴക്കിക്കൊണ്ട് യേശു ക്രിസ്തു വാനവേഗം വെളിപ്പെടാൻ പോവുകയാ. അവൻ ഒന്ന് ഒരുങ്ങിയിരുന്നു, കർത്താവിൻ്റെ വരവാസന്നമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തെ അറിയണം. അതിന് വ്യർത്ഥ കാര്യങ്ങളെ വിടണം. ചോദിക്കാം, പൗലോസേ, വ്യർത്ഥ കാര്യങ്ങളെ വിടണമെന്നൊക്കെ അങ്ങ് പറയുന്നല്ലോ. ഈ മനുഷ്യന്മാർ വിടേണ്ടുന്ന വ്യർത്ഥ കാര്യങ്ങൾ എന്താ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ മനുഷ്യൻ വിടേണ്ടുന്ന വ്യർത്ഥ കാര്യങ്ങൾ? വായിക്കാം, റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഞങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ശ്രദ്ധിച്ചേ, മനുഷ്യന്മാർ ദൈവത്തെ അറിഞ്ഞിട്ടും സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് മനുഷ്യർക്കറിയാമായിരുന്നിട്ടും മനുഷ്യൻ സൃഷ്ടിച്ച സൃഷ്ടാവിന് മഹത്വം കൊടുക്കാതെ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങി. എന്താണ് മനുഷ്യൻ ചെയ്ത വ്യർത്ഥമായ കാര്യമെന്ന് ദേശം കാതു തുറന്ന് കേട്ടോളൂ. വായിക്കാം. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്മാരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു. ആ ഇരുട്ട് മനുഷ്യന്റെ അകത്തു കയറിയപ്പോൾ മനുഷ്യന് സംഭവിച്ച ദുരന്തം, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എന്നെ ആരും. മനുഷ്യൻ്റെ ചിന്തയാണ്. ഞാൻ പണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പാലോട് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ സംഘാടകൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു ബന്ധു ദേ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്, കത്തോലിക്ക ഭക്തനാ, എന്നാലും പാസ്റ്റർ ഒന്ന് വന്ന് സുവിശേഷം പറയാമോ? ഞാൻ പറഞ്ഞു, പിന്നെ എന്നാ, കൺവെൻഷന് സമയം വൈകുന്നേരത്തല്ലേ, നമുക്ക് പോകാം. പിന്നെ അച്ചായൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് ക്ഷമിച്ചേക്കണം. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, റോഡിൽ നിന്ന് കേൾക്കുന്നില്ലേ ചീത്ത വിളി, പിന്നെന്താ കേട്ടാ, അതുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഈ അച്ചായനോട് സുവിശേഷം പറയാൻ തുടങ്ങി. കത്തോലിക്ക ഭക്തനായ പാരമ്പര്യ ക്രിസ്ത്യാനി അച്ചായനാണേ. അച്ചായനുടനെ എന്നോട് ചോദിച്ചു, നിൽക്ക്
മോൻ എത്ര വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്? അന്ന് ഞാനൊരു 6-7 വർഷമേ ആയുള്ളൂ, ഇപ്പം 21 ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു ഒരു 6-7 വർഷമായുള്ളൂ അച്ഛാ. ആ അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വയസ്സ് 54 മോൻ അറിയാമോ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. 54 വർഷമായി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ ഇങ്ങോട്ട് വന്ന മോൻ യേശുവിനെ കുറിച്ച് പറയാൻ വന്നേന്നാ അച്ചായൻ ചോദിച്ചത്? മനസ്സിലായോ? അതുകൊണ്ടാ ചില ആളുകൾ പെന്തക്കോസുകാരെ നോക്കിയിട്ട് പറയും ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത തകര എന്ന് പറയും. ഞാൻ പറയും കിളിർത്തല്ലോ, മണ്ടയടച്ചു പോയില്ലല്ലോ, കിളിർത്തല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നലെ വന്ന മോൻ യേശുവിനെ കുറിച്ച് പറയണ്ട എന്നുള്ള ധ്വനി വന്നപ്പോൾ ഞാൻ അച്ചായനോട് പറഞ്ഞു ശരി അച്ഛാ, എന്നാൽ പിന്നെ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചങ്ങ് പോവുക. പ്രാർത്ഥിക്കുന്നത് നല്ലതാ, കുഴപ്പമില്ല. അങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞ് ചിന്ത വന്ന് ഞാൻ ചുമ്മാ ചോദിച്ചു, അച്ഛാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നാ മോനെ, ഈ യേശുവിൻ്റെ പേരെന്നാ? മിണ്ടുന്നില്ലേ? യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന കാര്യമാ, എന്നാലും ഞാൻ ചോദിച്ചു അച്ഛാ യേശുവിൻ്റെ പേരെന്നാ? അച്ചായൻ പറഞ്ഞ മറുപടി പുള്ളി പറഞ്ഞ ഭാഷ ഞാനൊന്ന് പറയാം. പുള്ളി എന്നോട് പറയുകയാണ് യേശുവിൻ്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. മനസ്സിലായോ? യേശുവിൻ്റെ പേര് യേശു, ഇപ്പൊ വേറെന്തൊരു പേരിരിക്കണം യേശു, വേറെന്തെങ്കിലും പേരുണ്ടാ യേശുവിനെന്ന്? മനസ്സിലായോ? 54 വർഷമായിട്ട് ക്രിസ്ത്യാനിയാ, പക്ഷേ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല. ഇതിൻ്റെ അകത്തും ചിലർ കണ്ണും തള്ളി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേരുണ്ട്. ഉണ്ട്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. ആമേൻ. മനസ്സിലായോ? അപ്പൊ പാരമ്പര്യമായിട്ട് പണ്ടേ ഞാൻ ക്രിസ്ത്യാനിയാ, പക്ഷേ യേശുവിൻ്റെ പേര് പോലും അറിയത്തില്ല. എന്തുകൊണ്ടാ? ക്രിസ്ത്യാനിയായിട്ട് വീട്ടിൽ വളർന്നേ ഉള്ളൂ, പുസ്തകം വായിച്ചിട്ടില്ല. വീട്ടിൽ ബൈബിളുണ്ട്, പക്ഷേ കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തുണ്ട് പേപ്പറും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും ഒക്കെ വെച്ച് ബൈബിള് ഷോക്കേഴ്സി വെച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം ഷോക്കേഴ്സി വെച്ചിട്ട് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ടാണ് നടപ്പ്. ഓലമടലും പിടിച്ചുകൊണ്ട് പോകുന്നത് അഭിമാനം, ബൈബിളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നവനെ കണ്ട ഇച്ചിച്ചി. അതാണ് ക്രിസ്ത്യാനി. മനസ്സിലായോ? ഒരു പാസ്റ്റർമാരുടെയും വ്യാഖ്യാനം നീ കേൾക്കണ്ട കുഞ്ഞേ. നിന്റെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ പൊടി തട്ടി ഒരു ദിവസം ഒരധ്യായമെങ്കിലും വെച്ചൊന്ന് വായിച്ചാൽ മതി. ഒരു പന്തക്കോസുകാരനും പറയണ്ട. നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പുസ്തകമെടുത്ത് വായിച്ചാൽ മതി. ചെറിയ കുഞ്ഞു പ്രായത്തിൽ മദ്രസയിൽ തൊപ്പിയിട്ട് മദ്രസയിൽ ഖുറാൻ പഠിക്കാൻ പോയ ഷമീർ അബ്ദുൽ സലാമിന് ഒരു ബൈബിൾ കോളേജിൽ 3 മാസം പഠിക്കാനുള്ള ഭാഗ്യം ലഭിക്കാഞ്ഞിട്ടും ഈ പുസ്തകവുമായി ദൈവസന്നിധിയിലിരുന്നപ്പോൾ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ് ആമേൻ തുണ്ടും നോട്ടും കുറിപ്പും പേപ്പറും ഇല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുന്നത്. പറഞ്ഞു തരുന്ന ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ട് നീ ദൈവസന്നിധിയിലിരിക്കെ, പുസ്തകം വായിക്ക്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇരുട്ട് കയറിയപ്പോൾ ഒരു ചിന്ത, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം, ഞാൻ പണ്ടേ ക്രിസ്ത്യാനി, നിനക്ക് ഒന്നും അറിയത്തില്ല. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിന് ഒരു അനുഭവം കൂടെ പറയാം. ഇവിടെ അടുത്തെവിടെങ്കിലും ഒരു ക്യാൻസർ ഉള്ള ഒരു അച്ചായനുണ്ടെന്നിരിക്കട്ടെ, ഉദാഹരണമാണ്, ആർക്കും വരാതിരിക്കട്ടെ. ക്യാൻസർ എന്നുള്ള ഒരു അച്ചായൻ, ഒരു ചാക്കോച്ചൻ ഉണ്ടെന്നിരിക്കട്ടെ. ഈ ചാക്കോച്ചൻ ക്യാൻസർ 4ാം സ്റ്റേജിലെത്തി കണ്ടുപിടിച്ചപ്പോൾ, അപ്പോൾ അടുത്ത വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റി ചെന്നിട്ട് പറയുക, ചാക്കോച്ച ക്യാൻസർ ആണെന്നൊക്കെ കേട്ടല്ലോ. അറിഞ്ഞപ്പോൾ ഇച്ചിരി വൈകിപ്പോയടി സൂസമ്മേ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അപ്പുറത്തെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ടല്ലോ, എവിടെ? അപ്പുറത്തെ കോമ്പൗണ്ട്, ഇല്ല പെന്തിക്കോസുകാരുടെ. അതിന് അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. നല്ല ദൈവദാസന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുന്നു, അനേക ആളുകൾ സൗഖ്യമാവുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്ന് പോയി പ്രാർത്ഥിച്ചാലോ? ഞാനോ? പെന്തിക്കോസുകാരെടുത്തോ? എൻ്റെ കുടുംബം ഏതാന്ന് നിനക്കറിയാമോ? കുടുംബകല്ലറ ഏത് പള്ളിയിലാന്ന് നിനക്കറിയാമോ? എത്ര അച്ഛന്മാരുള്ള കുടുംബം ഇതെന്ന് അറിയാമോ? എത്ര കന്യാസ്ത്രീ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? പെന്തിക്കോസിൽ പ്രാർത്ഥിക്കാൻ പോയി അതിലും നല്ലത് ഞാൻ ക്യാൻസർ വന്ന് ചാകുന്നതെന്ന്. അത്ര ദേഷ്യം പുള്ളിക്ക്.
അന്ന് ആട്ടെ അച്ചാന്നും പറഞ്ഞ് സൂസൻ ആൻറ്റിയൊക്കെ പോയി. ഇച്ചിരി കഴിഞ്ഞ് വേറൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ഒരു വഴിയുണ്ട്. എന്താ? വയനാട് കേളു വൈദ്യൻ, ആദിവാസി മൂപ്പൻ കേളു വൈദ്യൻ, ഉഗ്രൻ ട്രീറ്റ്മെന്റാ, ക്യാൻസറൊക്കെ പുല്ലുപോലെ മാറുമെന്ന് കേൾക്കുന്നുണ്ട്, പോയാലോ? പിന്നെന്താ, വിടറാ വണ്ടി, വയനാട്ടിലേക്ക് വിട്ടു. കേളു വൈദ്യൻ ആവുന്ന പണി നോക്കിയിട്ട് പറഞ്ഞു, ചാക്കോച്ച ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, ഒരു കാര്യം ചെയ്, കർണാടകയിൽ ഒരു വൈദ്യനുണ്ട്, വിട്ടോ അങ്ങോട്ട്. വിടറാ വയനാട്ടിൽ നിന്ന് മൈസൂർ വഴി കർണാടകയ്ക്ക്. കർണാടകയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വൈദ്യർ പറഞ്ഞു, സംഗതി ഇച്ചിരി പ്രശ്നമാ, ഒരു കാര്യം ചെയ്, വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് വിട്ടോ, കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന ഒരു വിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. നേരെ അടുത്ത ഫ്ലൈറ്റ് എടുത്തു ഡൽഹിക്ക്. ഡൽഹി ചെന്നപ്പോൾ അവർ പറഞ്ഞു, സംഗതി കൈവിട്ടു പോയല്ലോ, ഒരു കാര്യം ചെയ്യും, മലേഷ്യക്ക് വിട്ടോളാൻ പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് വിട്ടു മലേഷ്യക്ക്. മലേഷ്യ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ അമേരിക്ക കൊണ്ടുപോയാലും ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തോട് കേട്ടില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മലേഷ്യയിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്നു തട്ടയിൽ. അടുത്ത ദിവസം സൂസമ്മാൻ്റെ ചെന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ദേ അവിടെ ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന, ഒന്ന് അങ്ങോട്ട് പോകുന്നോ? എന്നാ പിന്നെ അങ്ങോട്ടൊന്ന് അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആരോഗ്യത്തോടെ ബലത്തോടിരിക്കുമ്പോൾ പിറകെ നടന്ന് ദൈവം വിളിച്ചാലും വരത്തില്ല. കണ്ണും കരലും കിഡ്നി അടിച്ചു പോയി IC യൂണിറ്റിൽ കിടക്കുമ്പോൾ പാസ്റ്റർ എങ്കിൽ പാസ്റ്റർ ആരേലും വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞ് വിളിക്കില്ലേ? എന്തിനാടോ കണ്ണും കരലും കിഡ്നി അടിച്ചു പോകാൻ നിൽക്കുന്നേ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ തമ്പുരാൻ്റെ അടുക്ക വന്നാൽ പോരെ? എന്തിനാ ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. എന്തുകൊണ്ടാ? അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു. എന്താ ഈ ഇരുട്ട്? പിന്നെ പറയാം, തൽക്കാലം കാര്യത്തിലോട്ട് വരാം. ഇരുട്ടകത്ത് പ്രവേശിച്ചപ്പോൾ മനുഷ്യർ എന്ത് ചെയ്തു? അടുത്ത വാചകം, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സഹോദരങ്ങളെ, കണ്ണു തുറക്ക്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചപ്പോൾ മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ബൈബിൾ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു, സൃഷ്ടിച്ച ദൈവത്തെ മറന്നു, സൃഷ്ടിയെ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി. മനസ്സിലായില്ല? ഒരു ചോദ്യം ചോദിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഉറക്കെ പോരാ. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് 2023 ആയതുകൊണ്ട് ഒരു ചോദ്യവും കൂടെ ചോദിക്കേണ്ടി വരും. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആര്? അതാ ദുരന്തം. ഇന്ന് ദൈവത്തെ ആരാ സൃഷ്ടിക്കുന്നത്? മനുഷ്യൻ അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ഇരിക്കുന്ന വേണോ, നടക്കുന്ന വേണോ, കിടക്കുന്ന വേണോ, ഉറങ്ങുന്ന വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ? ആരുണ്ടാക്കി തരും? പറ. മനുഷ്യൻ ഉണ്ടാക്കി തരും, ശരിയല്ലേ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ടു മനുഷ്യൻ സകലത്തെയും നിർമ്മിച്ച സർവശക്തനായ സൃഷ്ടാവിനെ ഉണ്ടാക്കുമെന്ന് പറയുന്ന ദുരന്തമാണ് മനുഷ്യന്റെ അകത്ത് കയറിയ ഇരുട്ട് നിമിത്തം മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നു, ഈശ്വരനെ മറന്നു, പടച്ചവനെ മറന്നു, നിർമ്മിച്ചുണ്ടാക്കിയവനെ മറന്നു. സൃഷ്ടാവിനെ മറന്നുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിയെ ഭജിക്കാൻ തുടങ്ങി. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സകലത്തെയും നിർമ്മിച്ച ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവച്ചു. ആർക്കൊക്കെ? മനുഷ്യന് മഹത്വം കൊടുത്തു. ആൾ ദൈവങ്ങളുണ്ടായി, അല്ലേ? ആൾ ദൈവങ്ങളുണ്ടായി. മനുഷ്യന് മഹത്വം കൊടുത്തു, പുകഴ്ച കൊടുത്തു, ആൾ ദൈവങ്ങളുണ്ടായി. അടുത്തെന്താ പറഞ്ഞേ? മനുഷ്യൻ. അടുത്തെന്താ പറഞ്ഞേ? പക്ഷി. അടുത്തെന്താ പറഞ്ഞേ? നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമായി ദൈവത്തെ മാറ്റിക്കളഞ്ഞു മനുഷ്യൻ. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇത് 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ATM കൗണ്ടർ അടിച്ച് ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ല? നാൽക്കാലി, പുറത്ത് മനുഷ്യൻ, കീഴെ ഇടജാതി. അപ്പം പക്ഷിയോന്ന് ആ വീട്ടിൽ ചെന്നാൽ ഫോട്ടോയിലേക്ക് കണ്ണ് തള്ളി ഒന്നുകൂടെ നോക്കണം. ഇടജാതിക്ക് 2 ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലായില്ലേ? കുന്തം കൊണ്ടിരിക്കുന്ന മാമൻ,
മനസ്സിലായോ? സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടിച്ച ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ പങ്കുവച്ചു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. അകത്തിരുട്ട് കയറി. ആമേൻ. അല്ലേ? സത്യമല്ലേ? ഇടജാതി പോലും പലർക്കും എന്താ പറ, ചില ആളുകൾക്ക് ദൈവമല്ലേ. ഈ ദൈവം ഭക്തനെ കാണാൻ വീട്ടിൽ വന്നാലോ, ബാബാ സുരേഷിനെ അല്ലേ? എന്നാ ഞാൻ വല്ല ഇല്ലാത്ത പറഞ്ഞു. 5 വർഷം ദൈവത്തെ കാണാൻ പോയ രമണി 6-ാം വർഷം പനി പിടിച്ച് കിടപ്പിലായി. ദൈവം സ്നേഹവാനല്ലേ? 5 വർഷം വന്ന് എൻ്റെ രമണിക്ക് ഇപ്രാവശ്യം എന്ത് പറ്റി അന്വേഷിക്കണ്ടേ? സ്നേഹം കൊണ്ട് ദൈവം അന്വേഷിക്കാൻ വീട്ടിൽ വന്നു. ഇപ്പം രമണിയുടെ ഒരു ചിന്ത എന്താ? സാധുവായ അടിയനെ തിരക്കി വരാൻ അടിയൻ എന്തുള്ളൂ. അങ്ങനാണോ? ആണോന്ന് ഉണ്ടെന്നില്ലല്ലോ. ആണോ? ആ, കൂകി വിളിച്ച് നാട്ടുകാരെ കൂട്ടി ദൈവത്തെ തല്ലിക്കൊല്ലും, അല്ലെ വാവാ സുരേഷിനെ വിളിച്ച് കാട്ടി കൊണ്ടുപോയി വിടും അല്ലേ? എടോ, ഇത് തിരിച്ചറിയാൻ ഡിഗ്രി വേണോടോ മനുഷ്യ. ഇത് തിരിച്ചറിയാൻ ഡിഗ്രി വേണോ? തലയിൽ ആളുതാമസം ഉണ്ടായാൽ മതി. പക്ഷെ അത് ഇല്ലാത്ത എന്താ? അകത്തിരുട്ടിരിക്കുക. ഇതെന്താ കുറെ നേരമായി പറയുന്നല്ലോ, ഇരുട്ട്. എന്താ ഇരുട്ട്? 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യത്തിൽ ഇരുട്ടെന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ഈ സുവിശേഷം കേട്ടോ, ഈ സുവിശേഷം എന്താണ്? സുവിശേഷം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എന്താ സുവിശേഷം? ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുക. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം. ഈ ജീവനുള്ള ദൈവം അഥവാ സുവിശേഷം ഒരാൾക്ക് മറഞ്ഞിരിക്കുന്നെങ്കിൽ, സംഗതി പിടി കിട്ടിയോ? മർമ്മം. ഈ ദൈവം ആരാണ്, സൃഷ്ടിച്ചവൻ ആരാണെന്ന് മനസ്സിലാകാതെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നെങ്കിൽ അതിന്റെ കാരണം പറയുക, ഇതാർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആളുകൾ തലേ കൈവച്ച് പ്രാഗി നീ നശിച്ചു പോകുവാടാ കാലാന്ന് അതല്ല. ബൈബിൾ നശിച്ചു പോകുമെന്ന് പറയുന്നത് യൂദായെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. ആമേൻ. ഞാൻ തിരഞ്ഞെടുത്തവരിൽ ആ നാശയോഗ്യനല്ലാതെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നവർക്കാണ് ഇത് മറഞ്ഞിരിക്കുന്നത്. ഈ സത്യം നിന്റെ തലയ്ക്കകത്ത് കയറുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ, നീ നരകത്തിന് ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുക. ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടും നിന്റെ തലയ്ക്കകത്ത് ഇത് കയറുന്നില്ലെങ്കിൽ നീ നരകത്തിന് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുക. നശിച്ചു പോകുന്നവർക്ക് ഇത് മറഞ്ഞിരിക്കുക. എന്താ അതിന്റെ കാരണം? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. അപ്പം യേശു ക്രിസ്തു എന്ന് പറഞ്ഞ പ്രകാശം അകത്തോട്ട് വന്നാൽ ഈ പ്രകാശം വരുന്നിടത്തുനിന്ന് എന്ത് പോകും? ഇരുട്ട് പോകും. അപ്പൊ നിന്റെ അകത്ത് കുടിയിരിക്കുന്ന ഈ ഇരുട്ട് പോകണമെങ്കിൽ അകത്ത് പ്രകാശം വരണം. ആ പ്രകാശം യേശു ക്രിസ്തുവാ. ആ ക്രിസ്തു അകത്ത് വരാതിരിക്കാൻ എന്ത് ചെയ്തു? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഇരുട്ടാണ് ഈ ലോകത്തിന്റെ ദൈവം അഥവാ പാപം. മനസ്സിലായോ? അതാ ബൈബിള് പറയുന്ന പ്രധാനപ്പെട്ട ദൂത്. രോഗസൗഖ്യത്തെക്കാൾ ഭൂതശാന്തിയേക്കാൾ മറ്റൊന്നിനേക്കാളും വലുത് പാപമോചനം. മനുഷ്യന്റെ ഹൃദയക്കൂടിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇരുട്ട് മനുഷ്യന്റെ അകത്തുണ്ട്. ആ ഇരുട്ടിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. പാപം. അതുകൊണ്ട് ആ പെന്തക്കോസ് ഉപദേശിമാര് നാണമില്ലാതെ കല്യാണ വീട്ടിലായാലും മരണ വീട്ടിലായാലും എന്ത് ഫംഗ്ഷൻ ആയാലും ചില ആളുകൾ കളിയാക്കി ചോദിക്കും, യുമാർക്ക് എവിടെ വന്നാലും ഇതേ പറയാനുള്ളൂ, അതെ മനുഷ്യ നീ പാപിയാണ്. അയ്യോ, 2023 ഒരു ഉപദേശി ഒന്നുകൊണ്ട് വിളിച്ചു കൂവുന്നു, മനുഷ്യൻ പാപിയാ. ചുമ്മാ പറ്റിക്കാനാ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാൻ തട്ടേ പാപിയുണ്ടോ ഇല്ലയോ. ദൂരെ പോണോ? ഇവിടെ രാത്രി കഥകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടേച്ച് പോരാഞ്ഞിട്ട് ഇപ്പൊ സഹോദരിമാര് കഥകിന്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ ഉറങ്ങുന്നത്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട്. അല്ലേ?
ചെറിയ കുഞ്ഞു പ്രായം മുതൽ തോളിൽ കൈയിട്ടുകൊണ്ട് ചങ്കും മത്തങ്ങയാണെന്നും പറഞ്ഞ് നടന്ന കൂടപ്പുറപ്പിനെ പോലെ സഞ്ചരിച്ച കൂട്ടുകാര് ഒരൊറ്റ നിമിഷം ഒരു കുപ്പി മദ്യമെടുത്ത് പൊട്ടിച്ചടിച്ചിട്ട് കൂട്ടുകാരൻ്റെ കഴുത്തറുത്ത വാർത്തകൾ എത്രണ്ണം കേട്ടു. എന്തേ? നിൽക്കുന്ന നിപ്പിൽ ഇവൻ എപ്പം മാറുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവൻ്റെ അകത്ത് പാപം കുടിയിരിപ്പുണ്ട്. ആമേൻ. ഈ യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. നാട്ടിൽ കുത്തും കൊലയും വെട്ടും കുത്തും അക്രമവും ഭീതിയുമുള്ള വാർത്തകൾ ഓരോ ദിവസവും പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കാണുമ്പോൾ അയ്യോ മനുഷ്യരൊക്കെ എന്താ ഇങ്ങനെയെന്നും പറഞ്ഞ് നെടുവീർപ്പിട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ശക്തമായ ഭരണകൂടം, ഇരട്ട ചങ്കുള്ള പിണറായി സഖാവ് ഇവിടെ ഭരിച്ചിട്ടും ഇവിടെ ശക്തമായ കഴിവുറ്റ മികവുറ്റ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് ഒരു തരിമ്പ് പോലും തടയിടാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയാത്തത്? ഗവൺമെൻറ് മോശക്കാരായോണ്ടോ? അല്ല. പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടോ? അല്ല. ഇതിൻ്റെ പുറകിലിരിക്കുന്ന വില്ലനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് വകുപ്പിന് കഴിയത്തില്ല. ആ വില്ലൻ പാപമാണ്. മനസ്സിലായോ? പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നമ്മുടെ പിണറായി സഖാവ് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് എന്നേ നാടിനെ രക്ഷിച്ചാനെ ഇല്ലേ? പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് വെട്ടിക്കളച്ച് നാടിനെ രക്ഷിക്കാമല്ലോ. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ അല്പം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി നാടിനെ രക്ഷിക്കാമല്ലോ. കഴിയുന്നില്ല. എന്തുകൊണ്ട്? വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാപം, കത്തിച്ച് കളയാൻ കഴിയുന്ന വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാപം. മറിച്ച് മനുഷ്യ, നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്നു കൊണ്ട് സകലമാകുന്ന തിന്മകളിലേക്കും നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന അദൃശ്യ ശക്തി, അതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. നീ പാപിയാണെന്ന് തിരിച്ചറിവുണ്ടാകുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇപ്പം ചില ആളുകൾ പറയും, ആ ശരിയാ മോനെ, മോൻ പറഞ്ഞതിലും കാര്യമുണ്ട്, മനുഷ്യൻ പാപിയാ, ശരിയാ, പക്ഷേ ഞാൻ പാപിയല്ല കേട്ടോ, ഞാൻ പാപിയല്ല. ചില ആളുകൾ പറയാ അയന്നാ, അല്ല ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. പാപം എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ദോഷം ചെയ്യുമ്പോഴാണ് പാപമെന്ന്. പാപം അകത്തിരിക്കുന്നത് കൊണ്ടാണ് ദോഷം ചെയ്യുന്നത്. ദോഷം ചെയ്യുന്നത് കൊണ്ടല്ല അവൻ മനുഷ്യൻ പാപിയാകുന്നത്. ഇത് അകത്തിരിക്കുന്നത് കൊണ്ടാണ് അവൻ ദോഷം ചെയ്യുന്നത്. പാപം ചെയ്തത് കൊണ്ടല്ല അവൻ പാപിയാകുന്നത്. പാപം എന്ന വിത്ത് അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ആ വിത്തിൻ്റെ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇനിയും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, കിഡ്നിക്ക് കുഴപ്പം ഉള്ളത് കൊണ്ടാണ് കയ്യും കാലും നീര് വരുന്നത്. കയ്യും കാലും നീര് വന്നതുകൊണ്ട് കിഡ്നി അടിച്ചു പോയതല്ല. ആണോ? കയ്യും കാലും നീര് വന്നാൽ നീരിൻ്റെ മരുന്ന് മേടിച്ചിട്ടാൽ മതി, മാറും. പക്ഷെ കിഡ്നി അടിച്ചു പോയിട്ട് നീര് വന്നാൽ നീരിൻ്റെ കുഴമ്പിട്ടാൽ മാറത്തില്ല, കിഡ്നി തന്നെ മാറ്റി വെക്കണം. മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണം പറഞ്ഞേ. അപ്പം തലയിൽ കയറും. അതുകൊണ്ട് പറയുക, അപ്പം ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല പാസ്റ്ററെ, അതുകൊണ്ട് ഞാൻ പാപിയല്ലെന്ന് കുഞ്ഞമ്മ വിചാരിക്കുന്നെങ്കിൽ, കുഞ്ഞമ്മേ, ഇവിടെ അടുത്തൊരു ചേട്ടൻ ഒരു മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ടേ. ഈ പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ലേ? ഇന്ന് വരെ കടിച്ചിട്ടില്ല. വായി കൈ കൊണ്ട് വെച്ച് നോക്ക്. ഇന്ന് വരെ കടിച്ചിട്ടില്ല, അത് സത്യം. എന്ന് കരുതി വിഷമില്ലെന്ന് അർത്ഥമില്ല. എന്നെങ്കിലും കടിച്ചാൽ നിന്റെ ഇടപാട് തീരും. അതുകൊണ്ട് ഇന്ന് വരെ ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല. ശരിയാ, ഇവിടെ അനേക മനുഷ്യർ അങ്ങനെ. ഇന്നലെ വരെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ചിരിച്ചുകൊണ്ട് പോയ എത്ര ആളുകൾ തൊട്ടടുത്ത ദിവസം ഇരുമ്പഴിക്കുള്ളിലായി. എന്താ? ഇന്നലെ വരെ നല്ലതായിരുന്നു, ഇന്ന് അകത്തിരുന്ന വിഷം പുറത്തു വന്നു. എത്ര വാർത്തകൾ കാണുന്നു. സ്വന്തം പെൺകുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഇരുകാലും മൃഗമായി മനുഷ്യൻ മാറുന്നു. സ്വന്തം പെൺമക്കള് 5, 8, 10 വയസ്സുള്ള പെൺകുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യൻ മാറണമെങ്കിൽ അവൻ്റെ അകത്തവനെ നിയന്ത്രിക്കുന്നത് പാപമല്ലാതെ പിന്നെ ഈശ്വരൻ്റെ ആത്മാവാണോ? ആമേൻ. പരസ്യോഗവുമായി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു വരുന്ന ഞങ്ങളുടെ യാത്രയിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് ഹൈവേ ദേശീയ പാതയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. പ്രസംഗം കഴിയുമ്പോൾ റോഡിൻ്റെ അപ്പുറത്ത് കയ്യും കെട്ടിക്കൊണ്ട് പ്രസംഗം കേട്ടുകൊണ്ട് നിന്ന ഒരു ചെറുപ്പക്കാരൻ, യോഗ്യനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ റോഡ് ക്രോസ് ചെയ്ത് അരികിലേക്ക് വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കലങ്ങി തുളുമ്പി ഇരിക്കുക. എന്നാ സഹോദര, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എല്ലാം പോയി, ഞാൻ ചാകാൻ നടക്കുക. അപ്പോഴാണ് നിങ്ങളുടെ സന്ദേശം കേട്ട് ഞാനിവിടെ അറിയാതെ നിന്നു പോയതാ. എന്താ കുടുംബം പോയ, എന്താ കാര്യം?
ആ ചെറുപ്പക്കാരൻ പറയുക, 4 വയസ്സുള്ളൊരു മോളുണ്ട്, എനിക്ക് ഒരു ഭാര്യയുണ്ട്. ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ 4 വയസ്സുള്ള എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് സത്യം ചെയ്യും, പപ്പയുടെ പൊന്നുമോളാണ്, പപ്പയുടെ ചക്കരവാവയാണ്, പപ്പ ഇനി കുടിക്കത്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും സാറേ. സത്യമായിട്ടും കുടിക്കല്ലെന്ന് തീരുമാനിച്ചാണ് ഇറങ്ങുന്നത്. പക്ഷേ വൈകിട്ട് കവലയിലോട്ട് ചെല്ലുമ്പോൾ പിരിവിട്ട് കുപ്പിയെടുക്കാൻ കാത്തു നിൽക്കുന്ന കൂട്ടുകാരുണ്ട്, ഷെയറിട്ട് കുപ്പിയെടുക്കുക കാത്തു നിൽക്കുന്ന കൂട്ടുകാരുടെ കെണിയിൽപ്പെട്ടിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുന്ന ഞാനൊരു മൃഗമാണ്. എൻ്റെ ഭാര്യ എത്ര നല്ലവളാണെന്നറിയാമോ, പക്ഷേ അവളെ ഞാൻ എത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ. അറിവില്ലായ്മയാണോ? അറിവില്ലായ്മയാണോ? അല്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് ആഗ്രഹം, പക്ഷെ ചെയ്തു. നിവർത്തിയില്ലാതെ വന്നപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവളുടെ വീട്ടിൽ ഇറങ്ങിപ്പോയി. അവളിനി വരുന്നില്ല, എൻ്റെ കൂടെ ജീവിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അടുത്തൊരു വാചകം ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഓർമ്മയിലുണ്ട്. സാർ, നിങ്ങൾ ആരെങ്കിലും ഇടപെട്ട് ഒരൊറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഈ നശിച്ച കുടിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തു മനസ്സിലായി? ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. അതല്ലേ ശരി? ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാവരും കസേരയിൽ ഇരുന്നുകൊണ്ട് ആഗ്രഹിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. ഇതൊക്കെ മാറണം, നന്നാകണം, നല്ലതാവണം. പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. എന്താ പറ്റാത്തേ? അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് പോകാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മകളിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു അദൃശ്യ ശക്തിയുടെ പിടിയിലാണ് നീ ഇരിക്കുന്നതെന്ന് ഇന്ന് രാത്രി ഈ പന്തലിരുന്ന് തിരിച്ചറിഞ്ഞാൽ, ഇന്ന് രാത്രി ആ അദൃശ്യ ശക്തി, ആ ഇരുട്ടിനെ നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞിട്ട് നാളെ മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആമേൻ. അതാ പറഞ്ഞ കഴിയുന്നില്ല. അറിവില്ലായ്മ കൊണ്ടല്ല കുഞ്ഞെ മനുഷ്യൻ തെറ്റിപ്പോകുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മാതൃഭാഷ വെണ്ടയ്ക്ക പോലെ കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണും പൂട്ടി വായിക്കാതാണോ പോകുന്നത്? പുകവലി ശരീരത്തിന് വിപത്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിൻ്റെ തിണ്ണയിലേക്ക് പോകുന്നത്? എന്താ? അറിവില്ലാത്തോണ്ടോ? എന്തിനധികം പറയുന്നു? നമ്മുടെ ബാല്യകാലം ഒന്ന് തിരിഞ്ഞു നോക്ക്. പണ്ട് നമ്മളൊരു പഴക്കടയിൽ ചെന്നു, 1 കിലോ മുന്തിരി. കടക്കാരൻ എന്താ ചെയ്തേ? ഓർമ്മയുണ്ടോ? തോളിൽ ഒരു തോർത്ത് കിടപ്പുണ്ട്. ഇപ്പോഴത്തെ കടക്കാരെ കയ്യിൽ തോർത്തില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. അന്ന് കടക്കാരൻ്റെ തോളിൽ ഒരു തോർത്തുണ്ട്. 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ തോർത്തെടുത്തൊരു വീശ്. എന്തിനാ? മുന്തിരിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ച അതിനെ ആട്ടിപ്പായിച്ചിട്ട് 1 കിലോ മുന്തിരി എടുത്ത് തൂക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞു മനസ്സ് അന്ന് നമ്മളോട് പറഞ്ഞെന്താ? ഈ കടക്കാരൻ ഒട്ടും വൃത്തിയില്ലെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇന്നത്തെ പഴക്കടയിൽ നിങ്ങൾ പോയി നോക്കേ, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ച ആ പരിസരത്തില്ല. എന്നാ, കടയ്ക്ക് വൃത്തി കൂടി ഉണ്ടാകുന്നതാണോ? അല്ല. ഈച്ചയ്ക്കറിയാം ഇതിൻ്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകുന്ന രാസപദാർത്ഥങ്ങൾ കൊണ്ട് പെരട്ടി തേച്ചു മിനുക്കി ആപ്പിൾ, ഓറഞ്ച്, മുന്തിരിയൊക്കെ നല്ല ഗ്ലാമറായിട്ടിരിക്കുക. അപ്പോൾ ഈച്ചയ്ക്കറിയാം തട്ടിപ്പോകും. അതുകൊണ്ട് ഈച്ച വഴി മാറി നടക്കുക. തോർത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? കണ്ണിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് മാറി നിന്ന് നോക്കണം. ഉറുമ്പ് നടന്നു വരുന്നു, ഉപ്പ് മണക്കുന്നു, പഞ്ചസാര മണക്കുന്നു. എന്നിട്ട് കൂട്ടുകാരെ വിളിക്കുന്നു, പഞ്ചസാര തരി എടുത്ത് ചുമന്ന് വാല നടന്നു പോകുന്നു. സംസാരിക്കാൻ കഴിയുമെങ്കിൽ ചോദിക്കും, ഉറുമ്പേ ഉപ്പും വെളുത്തിരിക്കുന്നു, പഞ്ചസാരയും വെളുത്തിരിക്കുന്നു. ഇത് രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര മാത്രം എടുത്തേ? സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന ഒറ്റ മറുപടി, ചേട്ടാ പിണക്കം കൊണ്ടല്ല, ഈ ഉപ്പിലടങ്ങിയിരിക്കുന്ന സോഡിയം ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും, അതുകൊണ്ട് അതെടുത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോ? നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പും ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ഇവിടെ ആത്മാവുള്ള മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, മനനം ചെയ്യുന്ന മനുഷ്യൻ, അവൻ്റെ ബോധമണ്ഡലത്തിൽ ഇത് തെറ്റാണ്, ഇത് തിന്മയാണെന്ന് അറിയാമായിരുന്നിട്ടും ആമേൻ വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ബിവറേജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മയല്ല, അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തി, പാപമെന്ന് പറയുന്ന ഇരുട്ട് അവനെ പിടിച്ചിരിക്കുന്നു. ആ ഇരുട്ടാണ് മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി കാലാകാലങ്ങളായി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. ഈ ഇരുട്ടിൽ നിന്ന് ഒന്ന് രക്ഷിക്കൂ ഭഗവാനെ എന്ന് മനുഷ്യൻ നിലവിളിച്ചില്ലേ? ഇല്ലേ?
അസതോ മാം സദ്ഗമയ തമസോ മാം ജ്യോതിർഗമയ മൃത്യോ മാം അമൃതംഗമയ. കേട്ടിട്ടുണ്ട്. കേട്ടാ പോരാ. അർത്ഥം എന്താ? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവൻ. പ്രാർത്ഥിച്ചില്ലേ? ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. ആമേൻ. മുസ്ലിമിനോട് ചോദിക്കുക, ശരിയാണോ? അവർ പറയും ശരിയാ. ഖുർആന് സമീപമായി അവർ സ്നേഹിക്കുന്ന, ഹദീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തമുണ്ട്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. ക്രിസ്ത്യാനിയോട് ചോദിക്ക്, ശരിയാണോ ഇങ്ങനെ പറയുന്നത്? അവർ പറയും ശരിയാ. അപ്പോസ്തലനായ പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളിലും കുറിക്കപ്പെട്ടു, മനുഷ്യൻ പാപമെന്ന് പറയുന്ന ഇരുട്ടിന് അടിമപ്പെട്ടിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു, കിട്ടിയില്ല മോക്ഷം. മോക്ഷം തേടി ആമേൻ നേർച്ച കാഴ്ചകൾ കഴിച്ചു, തീർത്ഥയാത്രകൾ നടത്തി, പുണ്യകർമ്മ ക്രിയാദികൾ ചെയ്തു, പൂജ വഴിപാട് യാഗങ്ങൾ കഴിച്ചു, മോക്ഷം കിട്ടിയില്ല. എവിടെ കിട്ടും മോക്ഷം? മനുഷ്യൻ അന്വേഷിച്ച് അലയാൻ തുടങ്ങി. ഇന്നും കിലോമീറ്ററോളം അവൻ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടെ കിട്ടും മോക്ഷം? എന്തിനധികം പറയുന്നു, മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി, ദൈവപ്രസാദം തേടി, കൂടപ്പുറപ്പായ മനുഷ്യനെ നരബലി കൊടുത്ത് മോക്ഷം തേടാൻ മടിയില്ലാത്തവനായി ഒരുത്തൻ പത്തനംതിട്ട ഇലന്തൂരിൽ കാണുന്നു. എന്തുകൊണ്ട്? മോക്ഷം തേടി, ഈശ്വര കടാക്ഷം തേടി മനുഷ്യൻ അലഞ്ഞു. എവിടെ കിട്ടും മോക്ഷം? ഈ ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം ലോകത്തിലേക്ക് അവതീർണമായിട്ടുണ്ടോ? സകല മനുഷ്യരും ആ വെളിച്ചം തേടി നടന്നപ്പോൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് ഒരുവൻ ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവൻ അത്രയും രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം വിളംബരം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദവരിയിൽ കേൾക്കുന്ന ദേശത്തോട് അഭിമാനത്തോടെ അത്യുച്ചത്തിൽ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ, തിന്മയുടെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇത് പറയാനാ സുവിശേഷം, അത് പറയാനാ ദൈവം അയച്ചേ. അത് പറയാൻ തൻ്റെ ഇടമില്ലെങ്കിൽ നീ വല്ല തൊഴിലുറപ്പിനും പൊക്കോണം. ആമേൻ. വെറുതെ മെനക്കേടുണ്ടാക്കരുത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. അത് പറയാനാ സുവിശേഷം. അല്ല, സുവിശേഷ യോഗം എന്ന് പേരും വെച്ചിട്ട് ചുമ്മാ കഥ പറഞ്ഞ് നേരം കളയരുത്. ആമേൻ. ഞാൻ ഈ വഴിയെ പോകുമ്പം സുവിശേഷ യോഗം ഒന്ന് കണ്ടാൽ ഒന്ന് ഇഷ്ടം കേൾക്കാൻ വണ്ടി നിർത്തുന്ന ആളാണ്. പരസ്യോഗം എന്ന് കണ്ടാൽ പിന്നെ ഇറങ്ങും, 5 മിനിറ്റ് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. കൺവെൻഷൻ, ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കൺവെൻഷൻ ഇതേപോലെ വഴി സൈഡിൽ കണ്ടു. അത് ആര് പ്രസംഗിച്ചാൽ നമ്മളെപ്പോഴും പറഞ്ഞു നടക്കുമല്ലേ, വല്ലപ്പോഴും ഇങ്ങോട്ടൊന്ന് കേൾക്കുന്നതും അനുഗ്രഹമല്ലേ. വണ്ടി നിർത്തി, കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി ഒന്ന് കേൾക്കാമെന്ന് വെച്ചിങ്ങനെ ഇരുന്നപ്പോൾ പ്രസംഗകൻ വചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റു, വാക്യം വായിച്ചു. പറയാണ്, ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ഭർത്താക്കന്മാർ ഭാര്യമാരോട് അടുക്കളയിൽ എങ്ങനെയായിരിക്കണം. സുവിശേഷ യോഗത്തിൻ്റെ മെസ്സേജ് പറഞ്ഞു നിർത്തിയത് മര്യാദയ്ക്ക് ഭർത്താക്കന്മാർ അടുക്കള കയറിക്കോണം. നിങ്ങൾ ചിരിക്കണ്ട, നമ്മുടെ ആളുകൾക്ക് അതാ ഇഷ്ടം. മനസ്സിലായില്ലേ? നമ്മളിവിടെ ജീവൻ പണയം വെച്ച് ചങ്ക് പൊട്ടി 3 മണിക്കൂർ അലറി കൂവി നെഞ്ചിൻ്റെ അടപ്പിളകി പ്രസംഗിച്ചിട്ട് പോയാലും പറഞ്ഞു, ഓ നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷയും പറഞ്ഞിരിക്കുന്ന നിങ്ങളടുത്ത് വന്നിട്ട് ഞാൻ സ്നാനപ്പെടൂ രക്ഷിക്കപ്പെടൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനല്ല സുവിശേഷം വെക്കുന്നത്, അതിന് ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് അകത്തിരുന്ന് കൊട്ടണം. പുറത്തൊരു ഒരാളെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ പന്തലിൻ്റെ അകത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും ദൈവാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി, ഒരേ ഒരാൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരാത്മാവിൻ്റെ വില ഈ മുഴു ലോകത്തെക്കാളും വലിയതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കുന്ന വചനം ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിടുതലായി മാറുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കും. അതിനാ സുവിശേഷ യോഗം. ആമേൻ. അതുകൊണ്ട് സുവിശേഷ ദൈവാസന്മാരോട് ഞാൻ പറയാം, സുവിശേഷ യോഗം വെക്കുന്നെങ്കിൽ സുവിശേഷം പറയുന്നവരെ വിളിച്ചോ. എന്നെ ഒന്നും വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കവലെ പ്രസംഗിച്ചിട്ട് തന്നെ ഒരു ദിവസം 5-6 പ്രസംഗം കഴിഞ്ഞ് 21 ദിവസം പ്രസംഗിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു മുട്ടുമില്ല പ്രസംഗത്തിൽ. ഞാൻ പറഞ്ഞത് ഇവിടെ ഒത്തിരി ദൈവാസന്മാരുണ്ടെന്നേ, ഒത്തിരി ഉണ്ടെന്ന്. കാറ തീർത്ത് ഞാൻ എത്രണ്ണത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും വലിയ സെറ്റപ്പും കെറ്റപ്പും അല്ലെങ്കിൽ വലിയ ടി വിയിലും ചാനലിലും ഒന്നും അവർ വരുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കി പക്ക സുവിശേഷം പറയുന്നവരെ വേദി നിർത്തണം. ശക്തമായി ദൈവം ഉപയോഗിക്കും. സ്തോത്രം. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആ കാര്യം ദൈവദാസന്മാരോട് ഞാൻ ചുമ്മാ കയറി നേരം കളഞ്ഞ് ചുമ്മാ അതും ഇതും പറഞ്ഞ് സമയം കളഞ്ഞ് എന്തൊക്കെ ഒരു വാക്ക് യേശു രക്ഷിക്കുമെന്ന് പോലും പറയാതെ പോകുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഇവരൊക്കെ എന്തിനോടാണ് ആത്മാർത്ഥത കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ദൈവദാസന്മാരോട് പറയാണ്, കറ തീർന്ന ഇനി കാലമില്ലെന്ന്, ഇനി നേരമില്ലെന്ന്. ചാകട്ടെന്ന് എന്തിനാണോ മനുഷ്യ പേടിക്കുന്നത്? അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തേങ്ങ വീണാലും ചാകത്തില്ലയോ? ചാകട്ടെന്ന്. അല്ലെങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും പെട്ടി ഇവിടെ റെഡിയാക്കി വെച്ചേക്കുമല്ലേ തട്ടയിൽ? ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിൻ്റെയും പെട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ചെന്നാൽ കയറിയാൽ മതി. എന്നാ നിങ്ങളാരും ചിരിയുണ്ടോ? ചാകത്തില്ലെന്നോ? എല്ലാം കയറുമെന്ന്. വലിപ്പം അറിയാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാതെ. അളവ് കൃത്യമായിട്ട് വരുമ്പോൾ അങ്ങോട്ടൊന്ന് മേടിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും പെട്ടി ഇവിടെ ഉണ്ട്. ആരും ഇവിടെ 500 തയ്ക്കാനൊന്നും പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നിനക്ക് കർത്താവിനെ സ്നേഹിക്കാൻ. ഈ കർത്താവിന് ഒന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിലെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ ദൈവം എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നിനക്ക് കർത്താവിന് വേണ്ടി ഓടാൻ ധൈര്യം തോന്നും. ഞാനങ്ങനെ ചിന്തിക്കുന്നത്. ഈ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ അടി കൊണ്ട് വഴി കിടന്ന് ഓടെ കിടന്ന് യാകണ്ട എന്നെയൊക്കെ പിടിച്ച് ഈ 21 വർഷം മാന്യതയോടെ നിർത്തിയ ഈ കർത്താവിന് വേണ്ടി ചത്തില്ലേ പിന്നെ ആർക്ക് വേണ്ടിയാണ് ചാകേണ്ടത്? ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചില എണ്ണ ഇവിടെ പ്രസംഗിക്കേണ്ടാവും, നീയാണോ അവിടെ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്രസംഗിക്കും, നീ കൊല്ലാൻ പറയും. ആറ്റി ചാടി ചാകാൻ പോകുന്നത് മഴയത്ത് കുടയും കൊണ്ടുപോകും. അതെന്തിന്? ഇതൊക്കെ ആ ജംഗ്ഷനിലോട്ടാണ് വെക്കേണ്ടത്. എൻ്റെ ഭാഷയിൽ തട്ടയിലോട്ട് വെക്കണം പരസ്യവും. ഞാൻ പ്രസംഗിച്ചോളാം, വെച്ചാ ബോക്സ് വെച്ചോ. അവൻ അറിയത്തില്ലാത്തതുകൊണ്ട് ആ ജനത്തിന് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ അല്ലേ. നമ്മളിത് പറയാതിരുന്നാൽ എങ്ങനെ അറിയും? നമ്മൾ വിളിച്ചു പറ. പാപമെന്ന് പറയുന്നവനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഉലകത്തിൽ ഒരുത്തന് കഴിയുമെങ്കിൽ അത് കർത്താവിനെ കഴിയത്തുള്ളൂ. ഞാൻ വെല്ലുവിളിച്ച് പറയാം, മറ്റേതെങ്കിലും ഒന്നിന് ഇവിടെ കഴിയുമായിരുന്നെങ്കിൽ 5 വർഷം മോക്ഷം തേടി പോയവൻ 6-ാം വർഷം പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ തന്നെ മോക്ഷം കിട്ടണ്ടേ? കിട്ടാത്തോണ്ടല്ലേ പിന്നെ പോണേ. അപ്പോൾ തൻ്റെ അടുത്തോടെ പറഞ്ഞു കൊടുക്കാം, നിന്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തു കളഞ്ഞ് നിന്നെ നന്മയിൽ നടത്താൻ, നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളംബരം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒന്നിട്ട് ചെന്ന് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. പാപം, മനുഷ്യൻ്റെ അകത്ത് കുടിയേറിയ പാപം. ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് മോക്ഷം നൽകാൻ കഴിയുന്ന ഒരു ദൈവം യേശു ക്രിസ്തു. ഈ ദൈവത്തെ കാണാൻ ഞങ്ങൾ എവിടെ പോകണം പാസ്റ്ററെ? എവിടെ പോകണം? എവിടെ പോയാൽ ഈ ദൈവത്തെ ഒന്ന് കാണാൻ പറ്റും? കണ്ടിട്ട് വേണം ഈ പാപത്തിൽ നിന്നൊക്കെ മോക്ഷം തേടാൻ. എവിടെ പോകണം യേശുവിനെ കാണാൻ? അപ്പോസ്തലപ്രവൃത്തി 17:24 വായിച്ചു കൊടുത്തേ. അപ്പോസ്തലപ്രവൃത്തി 17:24. ദൈവത്തെ തപ്പി നീ എവിടെ പോകണം? വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നിർത്തിയേക്കണേ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. ഹലോ, നീ ഉണ്ടാക്കിയതല്ല, നിന്നെ ഉണ്ടാക്കിയ ദൈവം. ഹല്ലേലൂയ. നീ ഉണ്ടാക്കിയതല്ല. ഈ ലോകവും ഇതിൽ കാണുന്ന സകലത്തെയും, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച സൃഷ്ടാവായ ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്, ദൈവം ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ലെന്ന് മനസ്സിലായോ? ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കയറി ഇരിക്കുന്ന ദൈവം
അല്ല. നീ പറയുന്നതനുസരിച്ച് കയറാനും ഇറങ്ങാനും, നീ പറയുന്നതനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും, നീ പറയുന്നതനുസരിച്ച് അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം. മനസ്സിലായോ? നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ അനുസരിക്കും. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന നീ, മൂക്കി ശ്വാസം വെറും ശ്വാസമായ മനുഷ്യനായ നീ, സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന മണ്ടൻ. മനസ്സിലായോ? ആ പെന്തിക്കോസുകാരോട് ചേർത്ത് ഞാൻ പറയാം, നമ്മുടെ ഇടയിലും ഉണ്ട് ചില വട്ടന്മാർ. ഓ, ആത്മാവ് ഇപ്പോൾ തന്നെ കയറട്ടെ, ഇവൻ പറയുന്നതനുസരിച്ച് കയറാനും ഇറങ്ങാനും പരിശുദ്ധാത്മാവ് ഇവൻ്റെ വേലക്കാരനാണോ? ഇതൊന്നും കുഞ്ഞുകളിയല്ലെന്ന്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് അനീതിക്ക് നേരെ എന്ത് ചെയ്യരുത്, മുഖം മറച്ച് നിൽക്കരുത്. ഈ പാട്ടുകാരോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ, ഈ സന്തോഷ് ഭാഷയോടൊക്കെ ചോദിച്ചാൽ മതി, എന്തെല്ലാം കണ്ടും കേട്ടാ ഇവരൊരു വേദി നിൽക്കേണ്ടതെന്നറിയാവോ? രഹസ്യത്തിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അയ്യോ, എന്തെല്ലാം നമ്പറുകൾ ഇവരാ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവർക്കറിയാം പലരുടെയും തരികിടകൾ ഇവർ കാണുന്ന. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ കണ്ണടച്ച് നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ആമേൻ. ഒരു ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, സീനിയോറിറ്റിയുള്ള ദൈവദാസന്മാരോട് ചോദിക്കുക, പിതാവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്ര ഭയവും ഗൗരവവും ബഹുമാനവും തോന്നുന്നോ അതിൽ 1 ഇഞ്ച് കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകണ്ടേ? പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവണ്ടേ? കാര്യം എന്താ? തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവമാണ്, അല്ലേ? പക്ഷെ നമ്മളെ മനോഭാവം എന്താ? യഹോവയായ ദൈവം എന്ന് കേൾക്കുമ്പോൾ യഹോവയായ ദൈവം, യേശു ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം കർത്താവ്. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഓ, കാര്യസ്ഥൻ. ഈ ചിന്ത മാറണം. തൃത്വത്തിൽ 3 ആളത്വങ്ങളും ദൈവമാണ്. നീ വെറുതെ ആജ്ഞാപിക്കാനും ഓർഡർ ഇടാനും ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്നാ ബൈബിളിൽ എഴുതിയേക്കുന്ന, നിന്റെ കാര്യസ്ഥൻ എന്നല്ല. മനസ്സിലായോ? ഇവിടെ ഓരോരുത്തർ കയറിയെന്നങ്ങ് തള്ളുക. ഓ, ആത്മാവ് എന്നോട് പറയുന്നു. ചുമ്മാ നീ അടിമേടിക്കും. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഈ പാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, ശിവ പാസ്റ്റർ പറയാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞു എന്ന് ഇവിടെ 2 സഹോദരിമാർ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ നിങ്ങളുടെ ചങ്ക് വേദനിക്കോ ഇല്ലയോ? നിങ്ങൾ പറയാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞു എന്നൊരാൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കോ ഇല്ലയോ? അല്ലേ? യോ, മനസ്സിൽ പോലും അറിഞ്ഞ അല്ലടി പറയത്തില്ലേ? നിങ്ങളുടെ ഹൃദയം വേദനിക്കുമെങ്കിൽ സർവശക്തനായ ദൈവം അറിയാത്തതും പറയാത്തതും വെളിപ്പെടുത്താത്തതും കാണിക്കാത്തതുമൊക്കെ ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. എടി, നീ സ്വപ്നം കണ്ടെന്നങ്ങ് പറ, ഒരു സ്വപ്നം കണ്ടെന്നങ്ങ് പറ. ദൈവാത്മാവിൻ്റെ പേര് കൂട്ടുപിടിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ നിന്നെ തമ്പുരാൻ അടിച്ചൊതുക്കി ദൂരെ കളയുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിലാണ് പറയുന്നത്. ആമേൻ. കുഞ്ഞു കളിക്കാനുള്ളതല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? ചിലർ ഞാൻ ഭയങ്കര ശുശ്രൂഷക്കാരനാന്നൊക്കെ അറിഞ്ഞ ആളുകൾ ഒരു മീറ്റിങ്ങിന് വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചൊക്കെ തള്ളി വിടുന്നതാ. പക്ഷെ അടിമേടിക്കും. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് കുഞ്ഞുകളിയല്ല. ആത്മാവ് എന്നോട് ചിലർ കണ്ടിട്ടില്ലേ? ഓ, രമണി 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 എന്നെ കാണിക്കുന്നു, രമണി ഉണ്ടോ 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 ഉണ്ടോ, ലേലം വിളിച്ച് ഗതികെട്ട് അവസാനം ഇവൻ പറയും രമണിയോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ബന്ധപ്പെട്ടിട്ടും ഇല്ല. എന്നാ പിന്നെ അതിൻ്റെ അയലത്തുള്ളവരാരെങ്കിലും ഉണ്ടോ? പോട്ടെ, ഞാൻ ഇതൊക്കെ നിർത്തി വെച്ചതാ, ഇനി അതിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം ഏതെങ്കിലും ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന പുള്ളിയല്ല. ഈ ലോകവും ഇതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവമെന്ന് ഇന്ന് രാത്രി നിന്റെ കണ്ണ് തുറന്ന്, കാതു തുറന്ന്, ഹൃദയം തുറന്ന് തിരിച്ചറിയട്ടെ. ജീവനുള്ള ദൈവം, പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ശരിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് നിങ്ങൾ പറ, ഉപദേശി പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ലൈവല്ലേ, ധൈര്യമായിട്ട് പറഞ്ഞോ. ചോദ്യം, 2018 പ്രളയം വന്നോ? വേഗം പറ. വന്നു. ആമേൻ. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകിപ്പോയി. സത്യമാണോ അല്ലയോ? പറ.
ഒഴുകി. ചാക്കോച്ചൻ ചാടി വെളിയിറങ്ങിയപ്പം ഗീവർഗി ഒഴുകി പോകുന്നു. യേശു അപ്പുറത്തോട്ട് പോകുന്നു. ഹെലികോപ്റ്റർ മേളി രക്ഷിക്കാൻ വരുന്നു. ചാക്കോച്ചൻ ഇറങ്ങിയത്, ഹെലികോപ്റ്റർ പ്ലീസ് എൻ്റെ ഗീവർഗീസിനെ ഒന്ന് രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ പറഞ്ഞു. സത്യമേ പറയൂ, പറ പറ സത്യം പറ. പറഞ്ഞിട്ടേ ബാക്കി പറയുന്നു. സത്യം പറ. എന്നെ രക്ഷിക്കണമെന്നാ പറഞ്ഞ അല്ലേ? സ്വന്തം ഭാര്യ മക്കളെ പോലും നോക്കാതെ എന്നെ രക്ഷിക്കണമെന്നാ പറഞ്ഞേ. പിന്നല്ലേ ഗീവർഗീസ്. അപ്പം ഹെലികോപ്റ്റർ പാഞ്ഞു വന്നു, ചാക്കോച്ചനെ തൂക്കിയെടുത്തു, ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമിറങ്ങി. ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ ഗീവർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന്. എങ്ങനുണ്ട് എടോ? ഇതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് എന്തിനാടോ ഡിഗ്രി? മിനിമം കോമൺ സെൻസ് പോരടോ. അയ്യോ, എനിക്ക് അത്ഭുതം, ഈ ജനത്തിന്റെ തലയിൽ ഇത് എന്നാ കേറാത്തേ? ഇത് എങ്ങനെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാതെ വന്ന് ഇരുന്ന് കേട്ടേച്ച് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. 50 കൺവെൻഷൻ വന്നിരുന്ന് കേൾക്കും, പക്ഷെ ഒന്നും ഇവന്റെ തലയിൽ കയറുന്നില്ല. ഇന്ന് രാത്രി പറയാം, ഈ ലോകത്തിന്റെ ദൈവം നിന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുക. ഈ ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ അകത്തോട്ട് കയറിയാൽ പിശാചിന് നിന്റെ മേലുള്ള സകല അധികാരവും നഷ്ടപ്പെടുമെന്നറിയാവുന്നത് കൊണ്ട് അവൻ നിന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി പിശാചിനെ പുറത്തെറിഞ്ഞുകൊണ്ട് യേശു എന്ന ദിവ്യ വെളിച്ചത്തെ അകത്ത് പ്രവേശിപ്പാൻ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്താൽ, വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ അവൻ വസിക്കുന്നില്ല. പിന്നെ ദൈവം വസിക്കുന്നത് എവിടാ? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിന്റെ ശരീരമെന്ന് നീ അറിയുന്നില്ലയോ? എൻ്റെയും നിൻ്റെയും ഹൃദയമാകുന്ന ദേവാലയത്തിൽ, ഹൃദയമാകുന്ന മന്ദിരത്തിൽ കുടിയിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മോക്ഷം പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി മറുപടി, ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. ആമേൻ. ഒരു നാണയത്തൊട്ട് ചെലവില്ലാതെ നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് ആമേൻ നിനക്ക് മോക്ഷം നൽകുവാൻ, സൗജന്യമായ പാപമോചനം നൽകുവാൻ, രക്ഷ നൽകുവാൻ, ജീവൻ നൽകുവാൻ, ആമേൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷിതിയിലില്ല. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ യേശുവിനായി തുറന്നു കൊടുക്കണം. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നു. പാപമെന്ന് പറയുന്ന ഇരുട്ട് എന്നെയും നിയന്ത്രിക്കുന്നുണ്ട്. ശരിയാ, പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ എന്നെ കൊണ്ടുപോകുന്നുണ്ട്, തെറ്റായ ചിന്തകളിലൂടെ എന്നെ നയിക്കുന്നുണ്ട്, തെറ്റായ പ്രവൃത്തികളിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ആമേൻ. എനിക്ക് മോക്ഷം വേണം. ഇന്ന് രാത്രി ക്രിസ്തു എന്ന വെളിച്ചം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്തൃത്വം നടത്തേണ്ടതിന്, അധികാരം നടത്തേണ്ടതിന് ഇന്ന് രാത്രി യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഇന്ന് രാത്രി പന്തലിൽ ഒരു വാക്ക് നീ ഏറ്റുപറയുകയും ചെയ്താൽ, ബൈബിൾ പറയുന്നു, ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു നേർച്ച കാഴ്ച കൊടുക്കാതെ ഇന്ന് രാത്രി സൗജന്യമായി നിനക്ക് പാപമോചനം ലഭിക്കും. യേശുക്രിസ്തു എന്ന ഏകനാഥനെ നിന്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. കേൾക്കൂ, കേവലം മരണം കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിയല്ല ഞാനും നീയും. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇന്നാൾ ഒരാൾ ചോദിക്കുക, മരിച്ചവരാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട്? പോയിട്ട് വന്ന് സ്വർഗമുണ്ട് കേട്ടു, നരകമുണ്ട് കേട്ടു, ഇതുവരെ മരിച്ചവരാരും പോയിട്ട് വന്ന് അവിടുത്തെ വിശേഷം പറഞ്ഞിട്ടില്ല. ഇവിടെ കുറേ ജീവിച്ചിരിക്കുന്ന ആളുകൾ കിടന്നുണ്ട് ആ സ്വർഗവും നരകവും പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന്. എന്നോട് ചോദിക്കുക, മരിച്ചവരാരെങ്കിലും പോയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ സ്വർഗവും നരകവും ഉണ്ടെന്ന്? ഉണ്ട്. മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങിപ്പോയി, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിനപ്പുറം നിന്ന് മടങ്ങിപ്പോകാൻ യേശു വരാൻ സമയമായി. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. പ്രത്യാശയുടെ ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടി.